ഡോക്ടേഴ്സ് പറഞ്ഞവരുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ വ്യക്തിയെ, കുടുംബത്തെ ഞങ്ങൾ സൗഖ്യമാക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. Lord Jesus, we pray for healing, health, restoration for each and every individuals, Lord God. Lord, we pray for each brother, sister, Lord, who is having a different cancers, oh Lord God. Lord, we pray that you shall heal them right now as we're praying for them, Lord. Lord, we pray for every little ones, Lord, in the hospitals right now, Lord. We pray for people suffering fever and cold, oh Lord God. Lord Jesus, with coughing and whooping cough, Lord God. Lord, we pray that you shall heal each and every person right now as we're praying for them, Lord. Lord, we pray for today's every medical test that's happening today, Lord. Lord, we pray for normal reports to come forth, oh Lord God. Lord Jesus, we pray that you shall heal and bless each and every individual, so Lord. All this we ask your holy name. Pray, amen. അങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ, ജീവനിൻ അധിപതിയേ അങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ. ഉയർത്തെഴുന്നേറ്റവനേ അങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ, ജീവനിൻ അധിപതിയേ അങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ. ഹല്ലേലൂയ ഹോസന്ന, 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 ഹല്ലേലൂയ ഹോസന്ന. ഓ ഹല്ലേലൂയ ഹോസന്ന, ഹല്ലേലൂയ ഹോസന്ന. തകച്ചായ 4170 ദിവസം നമ്മൾ ഒന്നിച്ച് ഹല്ലേലൂയ പാടുമ്പോൾ യേശുവിൽ നിന്നും പുറപ്പെടുന്ന ആ ദൈവശക്തിയെ നമ്മൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത്. വെല്ലുവിളികളുടെയും പ്രയാസങ്ങളുടെയും ഒക്കെ ആയിരിക്കും നാം കടന്നു പോകുന്നത്. പക്ഷെ നമ്മൾ ഒന്നിച്ച് കർത്താവിനെ ആരാധിച്ച് മഹത്വപ്പെടുത്തുമ്പോൾ കർത്താവിൽ നിന്ന് പുറപ്പെടുന്ന ആ ദൈവശക്തി അനുഭവിക്കാൻ സാധിക്കുന്നു. മാത്രമല്ല, നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ വിഷയങ്ങൾക്കൊക്കെ കർത്താവ് മറുപടിയും നൽകി തരുന്നു. യേശു കർത്താവ് തിരുവചനത്തിൽ കൂടി നമ്മോട് പറഞ്ഞിരിക്കുന്നത്, ഭൂമിയിൽ നിങ്ങൾ രണ്ടുപേർ ഏതെങ്കിലും വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഐക്യമത്യപ്പെട്ടാൽ സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൽ നിന്ന് മറുപടി ഉണ്ടെന്നാണ്. ശ്രീപദനെ നമ്മൾ കൊല്ലത്ത് കുടുംബയോഗത്തിൽ തന്നെ അവിടെ ഒരു പിതാവ് എന്ന് സാക്ഷ്യം പറഞ്ഞ് എങ്ങനെയാണ്, 2 മക്കളുമായിട്ട് കോട്ടയത്ത് KPS മേനോൻ ഹാളിൽ ഞായറാഴ്ച പ്രാർത്ഥനയ്ക്ക് വന്നായിരുന്നു. അത് കഴിഞ്ഞ വർഷം ആഗസ്റ്റിലാണ്. ആ വിഷയം അവരുടെ 2 മക്കൾക്കും ജോലിയില്ല. അവരെ പാസ്പോർട്ടുമായിട്ടാണ് വന്ന്. ആ പാസ്പോർട്ടുമായിട്ട് വന്ന് അന്ന് അവിടെ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് സെപ്റ്റംബർ മാസത്തിന് മോന് വന്നിട്ട്, ഒരു മോൻ വന്നിട്ട് ഷാർജയ്ക്ക് പോയി, മറ്റേ മോൻ വന്നിട്ട് അലിൽ എന്ന മോൻ വന്നിട്ട് ദുബായിക്കും പോയതായിട്ട് വന്ന് സാക്ഷ്യം പറയുണ്ടായി. പ്രാർത്ഥിക്കുമ്പോൾ വേഗത്തിൽ പ്രവർത്തിക്കുന്ന കർത്താവ്. ഈ അമ്മയ്ക്ക് 1 വർഷം മുമ്പ് സ്ട്രോക്ക് വന്നതിനെ തുടർന്ന് അമ്മ തളർന്നു പോയി. ഓർമ്മ മുഴുവൻ നഷ്ടപ്പെട്ടു. പൂർണ്ണമായിട്ടും ഈ അമ്മ കിടപ്പില്ല. ഇങ്ങനെ ഈ അമ്മ വളരെ പ്രയാസത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ ബിബി എന്ന് പറയുന്ന സഹോദരി, അവർക്ക് അന്നേരം പ്രേയിങ് കേരള പ്രാർത്ഥന അവർക്ക് ലഭിക്കുന്നത്. ആരോ പറഞ്ഞിട്ടാണ് അറിയുന്നത് ഇതുപോലൊരു പ്രാർത്ഥനയുണ്ട്. അങ്ങനെ എല്ലാ ദിവസവും രാവിലെ 6 മുതൽ 7 വരെ ഹാർവസ്റ്റ് TVയുടെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ തുടങ്ങി. അപ്പോൾ പങ്കെടുക്കാൻ തുടങ്ങിയ സമയത്ത് ആദ്യത്തെ ദിവസം ശ്രദ്ധിച്ചില്ല. പക്ഷേ പിന്നീട് ശ്രദ്ധിച്ചു, എല്ലാ ദിവസവും നമ്മൾ എണ്ണയും വെള്ളമൊക്കെ പ്രാർത്ഥിക്കും. അപ്പോൾ ഇതെന്താ കാര്യം എന്നറിയാണ്ട് അത് വീണ്ടും ശ്രദ്ധിച്ചു. അപ്പം യാക്കോബിൻ ലേഖനം 5-ാം അധ്യായം 14-15 ആ വാക്യത്തിൽ എഴുതിയിരിക്കുന്ന പോലെ നമ്മൾ എണ്ണയും വെള്ളവും പ്രാർത്ഥിച്ച് അത് വിശ്വാസത്തോടുകൂടെ നമ്മൾ ആ എണ്ണ തൊട്ട് പ്രാർത്ഥിച്ച് കർത്താവ് സൗഖ്യമാക്കുന്ന കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോൾ ഇവരുടെ ഉള്ളിലൊരു വിശ്വാസം, ധൈര്യമൊക്കെ വന്നു. ഇവർ ചെയ്ത കാര്യം എന്താ, അടുത്ത ദിവസം പ്രാർത്ഥന തുടങ്ങുന്നതിന് മുമ്പ് അല്പം എണ്ണയും വെള്ളവും കൂടെ അവർ തയ്യാറാക്കി വെച്ചു. ആ എണ്ണയും വെള്ളവും പ്രാർത്ഥിക്കുന്ന സമയത്ത് അവർ കരം വെച്ച് ചേർന്ന് ആ എണ്ണ വെച്ച് പ്രാർത്ഥിച്ചിട്ട് ഈ അമ്മ 1 വർഷമായിട്ടും കിടപ്പിലായിരിക്കുന്ന ഈ അമ്മയുടെ ദേഹത്ത്
ദേഹത്ത് തൊട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിക്കുമ്പോൾ വേഗത്തിൽ പ്രവർത്തിക്കുന്ന യേശുവേ ഈ അമ്മയെ സൗഖ്യമാക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഈ അമ്മയെ യേശു എഴുന്നേൽപ്പിച്ചു. ഇപ്പോൾ അമ്മ എഴുന്നേറ്റ് നടക്കുന്നു. അമ്മയ്ക്ക് ഓർമ്മ തിരികെ കിട്ടി. അമ്മ സംസാരിക്കുന്നു. അമ്മയുടെ കാര്യങ്ങളെല്ലാം അമ്മ തനിയെ ചെയ്യുന്നു. പ്രാർത്ഥിക്കുമ്പോൾ പ്രവർത്തിക്കുന്ന കർത്താവ്. ഈ മാതാവിനെ നമ്മൾ പുനലൂര് കുടുംബയോഗം ഒക്ടോബറിൽ നടക്കുമ്പോൾ ആദ്യമായിട്ട് അവിടെ കടന്നു വരിക. ആദ്യമായിട്ട് അവിടെ കടന്നു വരുമ്പോൾ അവർ പ്രാർത്ഥനാ വിഷയങ്ങളുമായിട്ടല്ല വരുന്നത്, പ്രാർത്ഥനയുടെ മറുപടിയുമായിട്ടാണ് കടന്നു വരുന്നത്. പ്രാർത്ഥിക്കുമ്പോൾ വേഗത്തിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ കർത്താവ്. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന നമ്മുടെ യേശു കർത്താവ്. സിനിമ അതുപോലെ തന്നെയാണ് നമ്മുടെ കട്ടപ്പന കുടുംബയോഗം നടക്കുമ്പോൾ അവിടെ ഒരു മാതാവ് വന്ന് സാക്ഷ്യം പറയുന്നത്. അവരുടെ മകൻ വന്നിട്ട് കിടപ്പ് രോഗിയാണ്, കിടന്നുകൊണ്ടാണ് മലമൂത്ര വിസർജനം എല്ലാം നടക്കുന്നത്. ആ മാതാവ് പ്രേയങ്ങളിൽ വരുന്നു, അവിടുന്ന് പ്രാർത്ഥിച്ച് എണ്ണയും വെള്ളം കൊടുക്കുന്നു. ആ മാതാവ് അടുത്ത മാസം വന്ന് സാക്ഷ്യം പറയുന്നത്, ആ എണ്ണ കൊണ്ട് ഞാൻ തേച്ച് പ്രാർത്ഥിച്ചു, എൻ്റെ മകൻ എഴുന്നേറ്റു, എല്ലാ കാര്യങ്ങളും സ്വന്തമായിരുന്നു. അപ്പോൾ തന്നെ അവർക്ക് സാമ്പത്തിക പ്രയാസം ഉണ്ടായിരുന്നു. അന്ന് അവർക്ക് പ്രാർത്ഥിച്ച് ഒരു 10 രൂപ കൊടുത്തായിരുന്നു. അവർ പറഞ്ഞു ആ പേഴ്സിൻ്റെ അതുകൊണ്ട് ആ പണം വെച്ച് കഴിഞ്ഞു, എനിക്കിന്ന് അത് കഴിഞ്ഞ് പണത്തിന് യാതൊരു ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടില്ല എന്ന്. ലൂക്കോസ് 1:37 നമ്മൾ വായിക്കുന്നത്, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമായിട്ടില്ല. ഇന്നലെ ഇവിടെ ഒരു അമ്മ വിളിച്ചിട്ട്, കോഴിക്കോട് നിന്ന് അമ്മ വിളിച്ചിട്ട് പറയണ്ട, അവരുടെ മരുമകൻ്റെ ഒരു വിഷയം പറഞ്ഞത്. അദ്ദേഹം ബഹ്റിനിലായിരുന്നു. അപ്പോൾ അദ്ദേഹം ബഹ്റിനിൽ നിന്ന് നാട്ടിൽ വന്നു. ഒരു 4 മാസം മുൻപ് അദ്ദേഹം നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ വിസ തീരുക. അപ്പം വിസ തീർന്നു. അപ്പം അതിന് മെഡിക്കലൊക്കെ എടുത്ത് വിസ പുതുക്കാൻ വേണ്ടി അദ്ദേഹം മെഡിക്കൽ ചെക്കപ്പിനായിട്ട് ചെന്നപ്പോൾ ആ മെഡിക്കലിനകത്ത് വന്ന് അദ്ദേഹത്തിന് ഹാർട്ട് സംബന്ധമായിട്ട് ഒരു പ്രശ്നം അദ്ദേഹത്തിന് നടക്കുക. അപ്പം അതിനൊരു സർജറി ചെയ്യണം, ഹാർട്ടിൻ്റെ പ്രോബ്ലം സർജറി ചെയ്യണം. അപ്പോൾ അതിനൊരു 7 ലക്ഷം രൂപ ആവശ്യമാണ്. മാത്രമല്ല ഡോക്ടേഴ്സ് പറഞ്ഞതനുസരിച്ച് അദ്ദേഹത്തിന് ഇനിയും ഒരിക്കലും തിരിച്ച് പോകാൻ പറ്റത്തില്ല, മെഡിക്കൽ പാസ്സാകത്തെ തിരിച്ചു പോകാൻ പറ്റത്തില്ല, അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഈ സമയത്ത് ഇവർ വളരെയധികം വിഷമിച്ചിരിക്കുമ്പോൾ ഇവരോട് ആരാ പറയാം, വിഷമിച്ചിരിക്കേണ്ട, പ്രാർത്ഥിക്കുമ്പോൾ പ്രവർത്തിക്കുന്ന യേശുവുണ്ട്. പ്രിയങ്കളിൽ ആ വിഷയം ചേർന്ന് പ്രാർത്ഥിച്ചു. ആ മകൻ്റെ മെഡിക്കൽ പാസ്സായി, അവന് വിസ പുതുക്കി കിട്ടി, തിരിച്ചു പോകാൻ കർത്താവ് സഹായിച്ചു. തങ്കച്ചായ, ഇന്ന് നമുക്ക് ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കും. ഇതുപോലെ പല പ്രിയപ്പെട്ടവരും വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു, സാധിക്കുന്നില്ല. അവർ ആ വിസ സംബന്ധമായ വിഷയങ്ങൾ, പാസ്പോർട്ട് സംബന്ധമായ വിഷയങ്ങൾ, ടിക്കറ്റ് കിട്ടുന്ന അതിൻ്റെ പ്രോബ്ലംസ്, മെഡിക്കലിലുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. ഇന്ന് നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പോവാം. പ്രാർത്ഥിക്കുമ്പോൾ വേഗം പ്രവർത്തിക്കുന്ന കർത്താവ് ആ ഓരോ വ്യക്തിക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടതിനായി ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ യേശു ഈ പ്രഭാതത്തിൽ കുടുംബങ്ങൾ ഒരുമിച്ച് അവിടുത്തെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. കർത്താവ്, അനേകർ ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നുണ്ട്. കർത്താവ്, സാമ്പത്തികമായ പ്രയാസങ്ങളൂടെ കടന്നു പോകുന്നുണ്ട്. കർത്താവ്, വിദേശ രാജ്യങ്ങളിൽ പോകാൻ കർത്താവ് ആഗ്രഹിച്ച് കർത്താവ് പണമൊക്കെ കൊടുത്ത് കർത്താവ് പോകാൻ സാധിക്കാതെ പ്രയാസപ്പെടുന്ന മക്കളുണ്ട്. അവർക്ക് വേണ്ടിയൊക്കെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഏത് വിഷയത്തിൽ കർത്താവ് അവർ ഭാരപ്പെടുന്ന കർത്താവ് മെഡിക്കൽ ടെസ്റ്റ് കർത്താവ് പാസ്സാകാത്തവരുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ കർത്താവ്, അനുഗ്രഹിക്കണം കർത്താവ്, പുതുവഴികളെ തുറന്ന് അനുഗ്രഹിക്കണം. അനുഗ്രഹിക്കുന്ന വൻകൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ്, യാത്ര ചെയ്യുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന പ്രിയപ്പെട്ടുണ്ട്. കർത്താവ്, റോഡിൽ യാത്ര ചെയ്യുന്ന പ്രിയപ്പെട്ടുണ്ട്. കടലിലൂടെ യാത്ര ചെയ്യുന്നവരുണ്ട്. കർത്താവ്, ഞങ്ങൾ എല്ലാവരെയും അങ്ങയുടെ നാമത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവിക സംരക്ഷണവും പരിപാലനവും എല്ലാവർക്കും ഉണ്ടാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആപത്ത് അപകടങ്ങൾ കർത്താവ് എല്ലാത്തിൽ നിന്ന് ഓരോരുത്തരെയും അങ്ങ് രക്ഷിക്കണമേ, വിടുവിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ അപകടത്തിൽപ്പെട്ട് പ്രയാസങ്ങളുടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടുണ്ട് യേശുവിൻ നാമത്തിലുള്ള സൗഖ്യത്തെ ഞങ്ങൾ ആ പ്രിയപ്പെട്ടവരിലേക്ക് കൊണ്ടുവന്ന് അവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നു, സൗഖ്യമാക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. Lord Jesus, we pray for healing, health, restoration for each and every brother and sisters today, Lord God. We pray that every closed doors will be opened up for them, Lord Jesus. We pray for the ones going for job interviews today, Lord. Lord, we pray and we bless them, Lord God Jesus, with good positions, with good salaries, Lord God. We pray for them. Lord God, we pray for the ones who has been unemployed for a long time, who's been at home, Lord God. Lord, we pray for them, Lord Jesus. We pray for both mental and physical healings for each and every brother and sisters today, O Lord God. We pray and we bless the food and water for homes. All this we ask your holy name. I pray, amen. അത്യുച്ചത്തിൽ പാടും ഞാൻ കർത്താവേ, അങ്ങെത്രയോ മഹോന്നതൻ. അത്യുച്ചത്തിൽ പാടും ഞാൻ കർത്താവേ, അങ്ങെത്രയോ മഹോന്നതൻ. അത്യുച്ചത്തിൽ കർത്താവേ, അങ്ങയുടെ നാമത്തെ ഉയർത്തുന്നു. അങ്ങെത്രയോ
ഉച്ചത്തിൽ ഒരു വ്യക്തിയിലേക്ക് യേശുവിന്റെ സ്നേഹത്തെ മാതൃതയും എത്തിക്കുന്ന പ്രിയങ്കലിന് 4170 ദിവസങ്ങൾ പൂർത്തീകരിക്കുമ്പോൾ അനേക പ്രിയപ്പെട്ടവർ നമ്മോടുകൂടെ ഈ തത്സമയ പ്രാർത്ഥനയിലും ആരാധനയിലും പങ്കെടുക്കുന്നു. യെശയ്യാവ് 9:6 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിലിരിക്കും, അവനെ അത്ഭുത മന്ത്രി, വീരനായ ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന പേര് വിളിക്കപ്പെടും. അതെ ദൈവതരെ, ഈ കർത്താവ് ആമേൻ. നമ്മുടെ കൂടെ എപ്പോഴുമുണ്ട്. ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ കർത്താവിൻ്റെ ചില പേരുകൾ മാത്രമേ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഞാൻ അത്ഭുത മന്ത്രി, വീരനായ ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു, അത്യുന്നതനായ ദൈവം, ആധിപത്യം അവൻ്റെ തോളിലിരിക്കും. നമ്മുടെ ആധിപത്യം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുമ്പം ഇതെല്ലാം ഈ എഴുതിയിരിക്കുന്ന എല്ലാം സമാധാനം നദി പോലെ ഒഴുകുന്ന കർത്താവിൻ്റെ വചനം പറയുന്നത്. അതുപോലെ കർത്താവ് നമ്മളെ കാത്ത് പരിപാലിക്കുന്ന ദൈവം നമ്മുടെ കൂടെയുള്ളത്. ഇത് സെപ്റ്റംബർ മാസത്തിൽ ഉപവാസ പ്രാർത്ഥന നടക്കുമ്പോൾ ഭവനമില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. അവർക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭവനം കിട്ടി. ഈ വിളിച്ചു പറഞ്ഞ മകൻ തമിഴ്നാട്ടിൽ നിന്നാണ് വിളിച്ചു പറഞ്ഞു. മകൾക്ക് ക്യാൻസർ ആയിരുന്നു. ഒക്ടോബർ മാസത്തിലെ ഉപവാസ പ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ചു. യേശു പൂർണ്ണ സൗഖ്യം കൊടുത്തു നമ്മളെ അറിയിച്ചു. തീർച്ചയായിട്ടും സഞ്ജയ്, ആശ നഷ്ടപ്പെട്ടവരെ, പ്രതീക്ഷ നഷ്ടപ്പെട്ടവരെ, ജീവിതത്തിൽ നിരാശയിലൂടെ കടന്നു പോകുന്നവരെ, വർഷങ്ങളായിട്ട് പലതരത്തിലുള്ള രോഗങ്ങളിലൂടെ ഒക്കെ വിഷമിക്കുന്നവരാകാം ഈ പ്രേംകല്ലയിൽ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നത്. ഓരോ വിഷയത്തിനുമേലും അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നു. കർത്താവ് ആ കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നു. അതുകൊണ്ടല്ലേ പ്രേംകല്ലയിൽ നമ്മൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നത്, കർത്താവായ യേശുവേ, എന്നിൽ വസിച്ച് എന്നെ അനുഗ്രഹിച്ച് എന്നെ മറ്റുള്ളവർക്ക് അനുഗ്രഹമാക്കി തീർക്കണം. 31 വയസ്സുള്ള മകൾക്ക് ബ്ലഡിനുള്ളിൽ ഇൻഫെക്ഷനായി, തുടർന്ന് ശരീരത്തിലെ ഓരോ അവയവങ്ങളെയും പലതരത്തിലുള്ള രോഗങ്ങൾ ബാധിച്ച് നീണ്ട 1.5 വർഷമായിട്ട് മരുന്ന് കഴിക്കുന്നു. സണ്ണിച്ച ഇടയ്ക്ക് തല കറങ്ങി വീഴും. എന്ത് ചെയ്യണമെന്നറിയാതെ ഈ കുടുംബം വളരെ വിഷമത്തിലൂടെ പോകുന്ന സമയത്തായിരുന്നു പ്രേം കേരളയിൽ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ പ്രവർത്തിക്കുന്ന സൗഖ്യം നൽകുന്ന യേശുവിനെ കുറിച്ച് ഈ കുടുംബം അറിഞ്ഞത്. ചേർന്ന് പ്രാർത്ഥിച്ചു, കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചു. സ്തോത്രം. യേശു ആ മകളെ സൗഖ്യമാക്കി. പിന്നീട് ഇന്നുവരെ അങ്ങനെ ഒരു തലകറക്കം വന്നിട്ടില്ല. ഇന്ന് എത്ര സന്തോഷത്തോടു കൂടിയ ആ കുടുംബം ഈ പ്രാർത്ഥനയിലും ആരാധനയിലും അതെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ദൈവതരെ, വാട്സാപ്പിലൂടെ ഒരു മകൻ അറിയിച്ചിരിക്കുന്നത്, ഫ്രണ്ടിന്, ഈ മകനുമല്ല, ഫ്രണ്ടിന് മഞ്ഞപ്പിത്തം കൂടി ക്രിട്ടിക്കൽ സ്റ്റേജിൽ വെന്റിലേറ്ററിലായിരുന്നു. മരിച്ചു പോകുന്ന തന്നെ ഡോക്ടേഴ്സ് പറഞ്ഞു. ആ സമയത്താണ് ഈ അദ്ദേഹം അലക്സാണ്ടർ എന്ന അദ്ദേഹം അവിടെ വരുന്നു. പ്രേം കേരള വിളിച്ച് പറയുന്നു, നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അതിനുശേഷം എപ്പോൾ പ്രാർത്ഥിച്ചോ അന്ന് തന്നെ വളരെ വ്യത്യാസമുണ്ടായി. വാർഡിലേക്ക് മാറ്റിയെ നമ്മൾ അറിയിച്ചിരിക്കുന്നു. എത്ര സന്തോഷത്തോടുകൂടിയാണ് നമുക്കിതൊക്കെ കേൾക്കാനായിട്ട് സാധിക്കുന്നത്. പ്രത്യേകിച്ച് പ്രേംകല്ലയിൽ പങ്കെടുക്കുന്ന ഓരോ കുടുംബവും സന്നിജായ ആദ്യമായിട്ട് അവരായിരിക്കും ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നത്. എന്നാൽ പ്രേംകല്ലയിൽ പങ്കെടുക്കാൻ തുടങ്ങിയത് മുതൽ നമ്മുടെ കുടുംബങ്ങളിൽ ആ പ്രിയപ്പെട്ടവർ നേരിട്ട് നമ്മളോട് അറിയിക്കുന്ന ഒരു കാര്യമുണ്ട്. അവരുടെ ജീവിതത്തിൻ്റെ പ്രാർത്ഥനാ രീതിക്ക്, പ്രാർത്ഥനാ ശൈലിക്ക് തന്നെ മാറ്റങ്ങളും വ്യത്യാസങ്ങളും ഉണ്ടാകുന്നു. പണ്ട് ഇവരുടെ കുടുംബങ്ങളുടെ മാത്രം വിഷയങ്ങളാണ് അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പ്രേംകല്ലയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയതിന് ശേഷം ഇവർ ചെയ്യുന്നത്, തൊട്ടടുത്തുള്ളൊരു വ്യക്തി പ്രയാസത്തോടെ പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ജോലി സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി, മറ്റുള്ള സഹപ്രവർത്തകർ ഒരു പ്രയാസത്തോടെ പോവുകയാണെങ്കിൽ അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ അറിയിക്കുന്നു. ഇത് ഇടുക്കിയിൽ നിന്നും ഒരു സഹോദരിക്ക് അങ്ങനെ ഒരു സാക്ഷ്യം അറിയിക്കാനുള്ളത്. മകൻ്റെ 2 കൂട്ടുകാർക്ക് ആക്സിഡൻറ്റ് പറ്റി ക്രിട്ടിക്കൽ സ്റ്റേജിൽ 2 കുട്ടികളും മരിച്ചു പോകുമെന്ന സ്തോത്രം ഡോക്ടേഴ്സ് പറഞ്ഞത്. ഇങ്ങനെ ഡോക്ടേഴ്സ് ഉപേക്ഷിച്ച് ആ വ്യക്തികളെ കുറിച്ചോർത്ത് ആ കുഞ്ഞുങ്ങളുടെ കുടുംബാംഗങ്ങൾ വാവിട്ട് കരയുന്ന സമയത്താണ് ഈ സഹോദരി ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രവർത്തിക്കുന്ന യേശുവിനെ കുറിച്ചുള്ള അവരോട് പറഞ്ഞത്. മാത്രമല്ല, പ്രേംകല്ലയിൽ വിളിക്കാനുള്ള 100-ൽ അവസാനിക്കുന്ന ഫോൺ നമ്പർ അവരുടെ കരങ്ങളിൽ കൊടുത്തു. ആ ഹോസ്പിറ്റലിൽ വെച്ച് ആ കുടുംബാംഗങ്ങൾ തന്നെ അവർ പ്രാർത്ഥനാ വിഷയം അറിയിച്ചു. ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിച്ചു. കർത്താവ് ആ 2 കുട്ടികളെ സൗഖ്യമാക്കി. പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി അറിയിച്ചിരിക്കുന്നു. അപ്പോൾ തന്നെ ഈ സാക്ഷ്യം അറിയിച്ച ഈ സഹോദരിക്ക് നീണ്ട 15 വർഷമായിട്ട് ജോലിയില്ല, കടുത്ത സാമ്പത്തികമായ ബുദ്ധിമുട്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്തായിരുന്നു കട്ടപ്പനയിൽ നമ്മുടെ കുടുംബയോഗം നടക്കുന്ന സമയത്ത് അവിടെ കടന്നു വന്ന് പ്രാർത്ഥനാ വിഷയം എഴുതി വെച്ച് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിച്ചു. 15 വർഷമായിട്ടുണ്ടായിരുന്ന ജോലി കർത്താവ് അവർക്ക് നൽകി. ഇന്ന് കുടുംബത്തിൽ ഐശ്വര്യവും നന്മയും അനുഗ്രഹവും കൊണ്ട് പ്രാർത്ഥിച്ച എല്ലാ കുടുംബാംഗങ്ങൾക്കും നന്ദി അറിയിച്ചിരിക്കുമ്പോൾ സഞ്ജയ്, നമുക്കറിയാം പലയിടങ്ങളിലൊക്കെ നമ്മുടെ കുടുംബയോഗങ്ങൾ നടക്കുന്നുണ്ട്. അനേകർ നമ്മുടെ കുടുംബങ്ങളിൽ കടന്നു വരികയും എത്ര സന്തോഷത്തോടു കൂടി കർത്താവ് അവരുടെ ജീവിതത്തിൽ ചെയ്ത അനേക സാക്ഷ്യങ്ങളെക്കുറിച്ച് അറിയുന്നത്. മാത്രമല്ല, പല ഇടങ്ങളിലും പല കുടുംബങ്ങൾ നടക്കുമ്പോൾ പല പ്രിയപ്പെട്ടവർക്കും നേരിട്ട് ആ കുടുംബങ്ങളിൽ വരാൻ സാധിക്കുന്നില്ല. സ്തോത്രം. അങ്ങനെ അല്ലെങ്കിൽ സമയത്ത് എല്ലാ ദിവസവും അവധി കിട്ടാതെ വിഷമിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മളെല്ലാ ഞായറാഴ്ചയും നടക്കുന്നു. അതിൻ്റെ വിശദാംശങ്ങൾ ഇപ്പോൾ ആ സ്ക്രീനിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഞങ്ങളെല്ലാവരെയും അതിലേക്ക് ക്ഷണിക്കുന്നു. തീർച്ചയായിട്ടും ഒരുമിച്ച് കടന്നു വരിക, നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് ഇന്നും അത്ഭുതങ്ങളെ പ്രവർത്തിക്കത്തില്ല സഞ്ജയ. ദൈവതരെ, കഴിഞ്ഞ ആഴ്ച നമ്മുടെ KBS ഹാളിൽ
നമ്മുടെ ശിവകുമാർ ബാംഗ്ലൂരിൽ നിന്ന് വന്ന അദ്ദേഹത്തിൻ്റെ ആ എത്ര സന്തോഷമായിരുന്നു. സാക്ഷ്യം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ 2023 ഡിസംബർ 7 തീയതി ആദ്യമായിട്ട് അദ്ദേഹം യേശുവിനെ അറിയുന്നത്. അദ്ദേഹം അറിഞ്ഞില്ല, അദ്ദേഹം ബോധം കെട്ട് കിടക്കുക. അതെ. അദ്ദേഹം 30 അടി പൊക്കമുള്ള ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന്. ടെറസിന്റെ മുകളിൽ നിന്ന് വീണ. 30 അടി എന്ന് നമ്മൾ വിചാരിക്കുന്നത് 30 അടി എന്ന് വെച്ചാൽ 3 നില കെട്ടിടത്തിന്റെ പൊക്ക. നമ്മുടെ ഒരു കെട്ടിടത്തിന്റെ 10 അടി കൂടുതൽ വരുന്നില്ല. 30 അടി പൊക്കത്തിൽ നിന്ന് വീണിട്ട് ഈ അങ്ങനെ അവിടെ വലിയൊരു ആശുപത്രി കൊണ്ടുപോയപ്പോൾ പറഞ്ഞു, സ്കാൻ ചെയ്ത് പറഞ്ഞു, ഇത് ബ്രെയിൻ കലങ്ങി കിടക്കുക, കഞ്ഞിവെള്ളം പോലെ ആയി ഇരിക്കുക, ഒന്നും ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റത്തില്ല, ഇത് വേണം ഓപ്പറേഷൻ ചെയ്യാം, പക്ഷെ അതിന് 10 ലക്ഷം രൂപയും വേണം. ഈ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇങ്ങനെ വളരെ വിഷമിച്ച് പുറത്ത് ഇരുന്ന് സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ടിരിക്കുമ്പം ഒരു നേഴ്സ് അവിടെ വന്ന്, നിങ്ങൾ കരയുന്നേ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇങ്ങനെ എൻ്റെ ഭർത്താവ് വീണിട്ട് വളരെ സീരിയസ്, 10 ലക്ഷം രൂപ കെട്ടി വെക്കണം, ഞങ്ങളുടെ ഒന്നും പൈസയൊന്നുമില്ല, കെട്ടി വെച്ചാലും അത് ഓപ്പറേഷൻ ചെയ്താലും ശരിയാകത്തില്ല എന്ന് പറഞ്ഞു. ഉടനെ അവർ പറഞ്ഞു പ്രേം കേരളയുടെ നമ്പർ കൊടുത്തു. 9 ആകുമ്പം രാവിലെ 9 ആകുമ്പം വിളിച്ച് സാമ്പത്രത എടുക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വീണ്ടും ഒരു മണിക്കൂർ കഴിഞ്ഞ് സ്കാൻ ചെയ്ത് നോക്കിയപ്പം ഇല്ല, അവിടെ അതെല്ലാം കുറഞ്ഞു. അത് കഴിഞ്ഞ് ഡിസംബർ 7 തീയതി വേണമെങ്കിൽ ഡിസംബർ 17 തീയതി ബാംഗ്ലൂർ കുടുംബയോഗത്തിൽ വന്ന ഈ ശിവകുമാർ സാക്ഷ്യം പറഞ്ഞു, ഞാൻ ഇന്ന് ജീവിച്ചിരിക്കുന്നു. ആ മകനെ നമ്മൾ കണ്ടത്. ഞാൻ അദ്ദേഹത്തിന് തൊട്ടടുത്തായിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഡയറി ഉണ്ട്. ഡയറിക്കകത്ത് ഞാൻ നോക്കിയപ്പോൾ മുഴുവൻ ദൈവവചനവും ദൈവത്തിൻ്റെ കാര്യങ്ങളെല്ലാം എഴുതി. അദ്ദേഹം ഇത് കഴിഞ്ഞ് 4 പ്രാവശ്യം ബൈബിള് വായിച്ചിട്ട് അദ്ദേഹം എഴുതിയ ഒരു കള്ളാസിൻ്റെ ഒരു പേപ്പർ ഞാൻ വേണേൽ പറയാം. ഈ 20 എഴുതി, യേശു കർത്താവാണെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും അതരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ നമ്മുടെ ജീവിതം തന്നെ മറിയും, അത്ഭുതം സംഭവിക്കും. പിന്നെ എഴുതിയിരിക്കുക, ദൈവവചനം വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ നമ്മുടെ കുടുംബത്തിൻ്റെ അത്ഭുതങ്ങൾ സംഭവിക്കും. ഒരു രോഗി പോലും നമ്മുടെ ഭവനത്തിൽ ഉണ്ടാകില്ല, ഒരു ICU പേഷ്യൻ്റ് നമ്മുടെ ഭവനത്തിൽ ഉണ്ടാകില്ല, ഒരു വെന്റിലേറ്റർ രോഗി നമ്മുടെ ഭവനത്തിൽ ഉണ്ടാകില്ല. അദ്ദേഹത്തിൻ്റെ വിശ്വാസം നോക്കി. നമ്മളൊക്കെ വർഷങ്ങളായിട്ട് ബൈബിളൊക്കെ വായിക്കും, പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ആ ബൈബിള് കർത്താവ് പറഞ്ഞ നീ വിശ്വസിച്ചതുപോലെ തന്നെ ഭവിക്കും. അതെ, അദ്ദേഹത്തിൻ്റെ ആ വീര്യവും ആ സ്നേഹം, ദൈവത്തോടുള്ള സ്നേഹം കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു ശരി വരും. അദ്ദേഹം നാളെ വരുന്നുണ്ട്, എല്ലാവരും വരണം അദ്ദേഹത്തെ കാണാൻ. തീർച്ചയായിട്ടും സഞ്ജ, പ്രേം കേരളയിലൂടെ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ യേശുവിനെ അദ്ദേഹത്തിന് അനുഭവിക്കാൻ കഴിയുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മാത്രമല്ല ആ ഒരു ചെറിയ പ്രാർത്ഥന, അദ്ദേഹം പറഞ്ഞ ദീർഘമായൊരു പ്രാർത്ഥനയല്ല ആ സൗഖ്യത്തിലേക്ക് വരാൻ കാരണമായി. 2-3 സെക്കൻഡ് സമയം കൊണ്ടാണ് സാന്ദ്ര അന്ന് പ്രാർത്ഥിച്ചത്. മാത്രമല്ല പ്രേം കേരളയിൽ നമ്മൾ അങ്ങനെ തന്നെയാണല്ലോ, വളരെ ചുരുങ്ങിയ ഒരു പ്രാർത്ഥന അത് വലിയ അത്ഭുതങ്ങളെയാണ് സൃഷ്ടിക്കുന്നത്. കർത്താവായ യേശുവേ, എന്നിൽ വസിച്ച് എന്നെ അനുഗ്രഹിച്ച് എന്നെ മറ്റുള്ളവർക്ക് അനുഗ്രഹമാക്കി തീർക്കണമേ. ഇപ്പോൾ എവിടെ പോയാലും അദ്ദേഹത്തിൻ്റെ വീട്ടിലാണെങ്കിലും ജോലി സ്ഥലത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും അദ്ദേഹം അങ്ങനെ പ്രാർത്ഥിക്കുന്നു. അത് അദ്ദേഹത്തിന് മറ്റുള്ളവർക്കും അനുഗ്രഹമായി തീരുന്നു. സനിജ, അദ്ദേഹം ബാംഗ്ലൂരിൽ നിന്ന് കഴിഞ്ഞ സൺഡേ അദ്ദേഹം നമ്മുടെ കൂടെ ആ പ്രാർത്ഥനയിൽ പങ്കെടുത്തത്. സനിജ, കോട്ടയത്താണ് നമ്മുടെ KPS മേനോൻ ഓഡിറ്റോറിയത്തിലാണ് ആ പ്രാർത്ഥന നടക്കുന്നതെങ്കിൽ കോട്ടയത്തുള്ളവർ മാത്രമല്ല സനിജായ ആ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ശിവകുമാർ വന്നതുപോലെ തന്നെ കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിൽ നിന്ന് അനേക പ്രിയപ്പെട്ടവർ എല്ലാ ഞായറാഴ്ചയും അവിടെ വന്ന് കർത്താവിനെ അനുഭവിക്കുന്ന സാക്ഷ്യങ്ങൾ പറയുകയും ദൈവത്തെ നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സഞ്ജയൻ ഓർക്കുന്നില്ല, കോട്ടയത്ത് നിന്ന് മറ്റൊരു സഹോദരി അറിയിച്ചത് 26 വയസ്സുള്ള സഹോദരിയുടെ മകൾക്ക് 8ാം മാസം ക്യാരിങ് സ്റ്റേജിലായിരിക്കുന്ന സമയത്ത് തൈറോയിഡ് ക്യാൻസർ ബാധിച്ച് വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലൂടെ പോയി. പക്ഷേ ക്യാരിങ് ആയിരിക്കുന്ന സമയം കൊണ്ട് മറ്റുള്ള ട്രീറ്റ്മെൻറ്റിലേക്കൊന്നും പോയില്ല. അതിനുശേഷം 4ാമത്തെ മാസം തൈറോയിഡ് ഗ്രന്ഥി എടുത്തു കളഞ്ഞു. ആ ഓപ്പറേഷൻ ചെയ്തതിന് ശേഷം അതേ സ്ഥാനത്ത് വീണ്ടും 6 മാസത്തിനകം 2 മുഴകൾ കൂടെ വന്നു. മാത്രമല്ല അന്നനാളത്തിലും ശ്വാസകോശത്തിലും ക്യാൻസർ ബാധിച്ച് വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ ആ അമ്മയും കൂട്ടത്തിൽ ആ കുഞ്ഞും ഉണ്ടായിരുന്നു. ആ കുടുംബം വളരെ വേദനയിലൂടെ പോകുന്ന സമയത്തായിരുന്നു ഇതുപോലെ KPS മേനോനിൽ നമ്മുടെ പ്രാർത്ഥന നടക്കുന്ന സമയത്ത് ആ സഹോദരിക്ക് വേണ്ടിയിട്ട് ആ കുടുംബത്തിലുള്ള മറ്റൊരു വ്യക്തിയാണ് അവിടെ കടന്നു വന്ന് ആ പ്രാർത്ഥനാ വിഷയം എഴുതി വെച്ചത്. സണ്ണിജായ ലൂക്കോസ് 1:37, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. സ്തോത്രം. ആ സഹോദരി പറഞ്ഞ സാക്ഷ്യം അന്ന് നേരിട്ട് കേട്ടത് നമ്മളിവിടെ എഴുതി വെച്ചത്. 2 മുഴകൾ 6 മാസത്തിനകം ഉണ്ടായി. മാത്രമല്ല അന്നനാളത്തിലും ശ്വാസകോശത്തിലും ക്യാൻസർ ബാധിച്ചു. ഈ വിവരം KPS മേനോൻ ഓഡിറ്റോറിയത്തിൽ പ്രാർത്ഥന നടക്കുന്ന സമയത്ത് അവിടെ വന്ന് സാമ്പ്രതനോട് പറഞ്ഞു, പ്രാർത്ഥിച്ചു.
സ്തോത്രം. മാത്രമല്ല അന്ന് അവിടുന്ന് ഒരു ബോട്ടിൽ എണ്ണയും വാങ്ങിക്കൊണ്ട പ്രാർത്ഥിച്ച് എണ്ണയും വാങ്ങിക്കൊണ്ട തിരിച്ച് വീട്ടിലേക്ക് പോയത്. ആ സൗഖ്യമില്ലാതെ കിടക്കുന്ന ആ സഹോദരിയുടെ ശരീരത്തിൽ പുരട്ടി ചേർന്ന് പ്രാർത്ഥിച്ചു സണ്ണിജായ. അതിനുശേഷം കിട്ടിയ റിപ്പോർട്ടിൽ ആ ശരീരത്തിൽ ക്യാൻസർ ഇല്ല. യേശു ആ സഹോദരിയെ സൗഖ്യമാക്കി. വീണ്ടും അടുത്ത ആഴ്ചയിൽ KPS മേനോനിൽ ആ പ്രാർത്ഥന നടക്കുമ്പോൾ നേരിട്ടാണ് നമുക്ക് ആ സാക്ഷ്യം കേൾക്കാൻ സാധിച്ചത് സണ്ണിജായ. സ്തോത്രം. തിരുവെഴുത്തിനകത്ത് യാക്കോബിന്റെ ലേഖനം 5-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് വിശ്വാസത്തോടുകൂടിയുള്ള പ്രാർത്ഥന രോഗിയെ സൗഖ്യമാക്കി തീർക്കും. അങ്ങനെയെങ്കിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കണം. ഇന്നും നമ്മുടെ പ്രിയപ്പെട്ടവര് എണ്ണ വെള്ളമൊക്കെ അവർ കരങ്ങളിൽ എടുത്തിരിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ആ ഓരോ കുടുംബത്തെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കണം. അതെ ദൈവപുത്രരെ, നമ്മുടെ കയ്യിൽ ഇപ്പം എണ്ണയുണ്ട്, വെള്ളമുണ്ട് കർത്താവ്. ഇതുപോലെ തന്നെ നമ്മുടെ KPS മേനോനിൽ വന്ന അനേകർ കുഞ്ഞുങ്ങൾ വിസ കിട്ടാതെ വിഷമിച്ചിരിക്കുന്നത്. അതുപോലെ എത്ര പേരെ വിസ കിട്ടി ജർമ്മനിക്ക് പോയി, ഇംഗ്ലണ്ടിൽ പോയി നമ്മൾ അറിയിച്ചിരിക്കുന്നത്. അവർ പറയും വളരെ ഒത്തിരി ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുത്തിട്ടും ഞാൻ എത്ര OET എടുത്തിട്ട് ജയിക്കാതിരുന്നപ്പോൾ കർത്താവിൻ്റെ അവിടെ വന്ന് KPS മേനോൻ അവിടെ വന്ന് പ്രാർത്ഥിച്ചു. അനുഗ്രഹിക്കപ്പെട്ട ജോലി വിദേശത്ത് പോയി. പിന്നെ ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളെ രണ്ടാമത് കാണണ്ട. അവർ ആ ജോലിക്ക് അവർ പോട്ടെ, അവർ സന്തോഷിക്കട്ടെ. ആ യേശു ചെയ്ത അത്ഭുതം അവർ മറ്റുള്ളവരോട് പറയട്ടെ. തീർച്ചയായിട്ടും സഞ്ജയ്, തീർച്ചയായിട്ടും നമുക്ക് ഈ ഞായറാഴ്ചയും അനേക കുഞ്ഞുങ്ങളൊക്കെ, കുട്ടികളെ, യൗവനക്കാരൊക്കെ അതിൽ വന്ന് പങ്കെടുക്കുന്നുണ്ട്. നമുക്ക് ഒരുമിച്ച് അവരെ എല്ലാം കർത്താവിൻ്റെ കാര്യങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കണം. നിങ്ങൾ ഓരോരുത്തരെയും KPS മേനോൻ ഓഡിറ്റോറിയത്തിലേക്ക് നാളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. കടന്നു വരിക, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് എന്നും അത്ഭുതങ്ങളെ പ്രവർത്തിക്കുക സഞ്ജയ്. ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ടവർ എണ്ണ വെള്ളമൊക്കെ അവർ കരങ്ങളെടുത്തിരിക്കുന്നു. യാക്കോബിന്റെ ലേഖനം 5-ാമത്തെ അധ്യായം 14-15 വാക്യങ്ങൾ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. നിങ്ങളിൽ ഒരുവൻ ദീനമായി കിടക്കുന്നുവെങ്കിൽ സഭയിൽ നിന്ന് മൂപ്പന്മാരെ വരുത്തിട്ട് അവർ കർത്താവിൻ്റെ നാമത്തിൽ എണ്ണപൂശി പ്രാർത്ഥിക്കട്ടെ. എന്നാൽ വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥന ദീനക്കാരനെ സൗഖ്യമാക്കും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. നമുക്ക് ഒരുമിച്ച് ആ ഓരോ കുടുംബത്തെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ആ എണ്ണ അനുഗ്രഹിക്കപ്പെടട്ടെ, ആ വെള്ളം അനുഗ്രഹിക്കപ്പെടട്ടെ. വീടിനകത്തൊക്കെ എണ്ണയും വെള്ളവും ഒക്കെ പ്രാർത്ഥിച്ച് തളിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. പലപ്പോഴും പലരും പല പൈശാചികമായ ബാധകൾ നിമിത്തം വിഷമിക്കുന്നവരും ഡോക്ടേഴ്സിൻ്റെ അടുത്തൊക്കെ പോകുന്നുണ്ട്. രോഗമില്ല, പക്ഷേ രോഗിയായി തീരുന്ന അവസ്ഥ. അങ്ങനെ വളരെ വിഷമത്തിലൂടെ പോകുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അവരെയും ഒക്കെ എണ്ണയും വെള്ളവും എടുത്തിട്ടുണ്ട്. നമ്മൾ ഡോക്യുമെൻസുകൾ എടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഡയറികളിൽ പ്രാർത്ഥനാ വിഷയം എഴുതി പ്രാർത്ഥിക്കുന്ന കുടുംബാംഗങ്ങളുണ്ട്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഓരോ കുടുംബത്തെയും യേശുവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത് കയ്യിരിക്കുന്ന എണ്ണയും വെള്ളവും കർത്താവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അത് വരട്ടപ്പോൾ അത് കുടിക്കുമ്പോൾ ദൈവിക സൗഖ്യമുണ്ടാകട്ടെ, ദൈവിക സമൃദ്ധിയോടെ ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ ആ കർത്താവ് അനുഗ്രഹം അവരുടെ വീട്ടിലുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കും. പഠന ഉപകരണങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആധാരമൊക്കെ എടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട്, സർട്ടിഫിക്കറ്റ് എടുത്ത് പ്രാർത്ഥിക്കുന്നവരെ കർത്താവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും കർത്താവിൻ്റെ സാന്നിധ്യം കൂടിയിരിക്കണമെന്ന്, യാത്രകളെല്ലാം കർത്താവിൻ്റെ സാന്നിധ്യം കൂടിയിരിക്കണമെന്ന് ഇങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. Lord Jesus, we pray and we bless our families, O Lord God, on this day, Lord. We pray and we bless the water and the oil today, Lord God. Lord Jesus, we pray the new doors will open up for them, new opportunities will come for them, Lord God. Every needs and every wants, we pray over them, Lord. We pray for healing touches over our bodies, Lord. All this we ask your holy name. I pray, amen. Amen. തങ്കച്ചായ, നമുക്കറിയാം നമ്മൾ ഒക്ടോബർ മാസം 1-ാം തീയതി മുതൽ നമ്മൾ പുതിയ നിയമ ഭാഗത്ത് നിന്ന് 3 അധ്യായങ്ങൾ വെച്ച് വായിച്ച് നമ്മൾ വെളിപ്പാട് പുസ്തകം വരെ വായിക്കാനുള്ളൊരു ശ്രമമായിരുന്നു. ഇന്നലെ കൊണ്ട് നമ്മളത് പൂർത്തീകരിച്ചു. പല പ്രിയപ്പെട്ടവരും അത് ക്രമത്തിൽ അത് വായിച്ച് പൂർത്തീകരിച്ചു. അങ്ങനെ പൂർത്തീകരിച്ചവർ ഇന്നലെ മുതൽ സങ്കീർത്തനം വായനയിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വായിക്കേണ്ട സങ്കീർത്തന ഭാഗം 2-ാം അധ്യായം, 3-ാം അധ്യായം, 4-ാമത്തെ അധ്യായം. നാളെ ഞായറാഴ്ച, നാളെ നമുക്ക് സ്ക്രീനിൽ ഇത് വരില്ല, പക്ഷെ നാളെ 5ഉം 6ഉം 7ഉം അധ്യായങ്ങളാണ് സങ്കീർത്തനത്തിന് വായിക്കേണ്ടത്. ഇത് നമ്മൾ വെളിപ്പാട് പുസ്തകം വരെ വായിച്ച് കഴിഞ്ഞവർക്ക് വേണ്ടിയാണ് സങ്കീർത്തനം തുടങ്ങിയിരിക്കുന്നത്. ഇല്ലാത്ത പ്രിയപ്പെട്ടവർ വായിക്കാനുള്ള ഭാഗങ്ങൾ ഡിസംബർ 31-നുള്ളിൽ അത് വായിക്കണം. അതിനുവേണ്ടി അതറിയിക്കുന്നു. തങ്കച്ചായ, നമ്മൾ ഹാർവസ്റ്റ് TV-യിൽ പ്രാർത്ഥന ഇപ്പോൾ 7 മണിക്ക് തീരുമെങ്കിലും യൂട്യൂബിൽ ഈ പ്രാർത്ഥന അല്പസമയം കൂടി ഉണ്ടാകും. രാവിലെ നെറ്റ്വർക്കിൻ്റെ ചില പ്രോബ്ലംസ് കാരണം നമുക്ക് സമയത്ത് അത് സ്റ്റാർട്ട് ചെയ്യാൻ സാധിച്ചില്ല. നമുക്കൊന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ വേഗത്തിൽ പ്രവർത്തിക്കുന്ന കർത്താവ്. നമുക്ക് അടുത്ത ആഴ്ച നമ്മൾ പുതിയൊരു വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുക. 1-ാം തീയതി തന്നെ നമുക്ക് കുടുംബയോഗം 2 സ്ഥലത്ത് നടക്കുന്നു. തിരുവല്ലായിലും തൊടുപുഴയിലും 1-ാം തീയതി, ജനുവരി 1-ാം തീയതി തിരുവല്ലായിലും തൊടുപുഴയിലും നമ്മുടെ കുടുംബയോഗമുണ്ട്. തിരുവല്ലായിൽ ടൗണിൽ തന്നെയുള്ള ബിലീവേഴ്സ് യൂത്ത് സെൻറ്ററിൽ വെച്ചാണ്. KSRTC ബസ് സ്റ്റാൻഡിനൊക്കെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്ത് ആ ബിലീവേഴ്സ് യൂത്ത് സെൻറ്ററിൽ വെച്ച് രാവിലെ 9:30 മുതൽ വൈകുന്നേരം 4 മണി വരെ കുടുംബയോഗമുണ്ട്. തൊടുപുഴയിൽ ഗാന്ധി സ്ക്വയറിന് സമീപം ഐശ്വര്യ ടൂറിസ്റ്റ് ഹോമിൽ വെച്ച്
രാവിലെ 10 മണി മുതൽ 12 മണി വരെ കുടുംബയോഗമുണ്ട്. ജനുവരി 2-ാം തീയതി വെള്ളിയാഴ്ച അന്ന് നമുക്ക് റാന്നിയിൽ വെച്ച് നമ്മുടെ കുടുംബയോഗം നടക്കുന്ന റാന്നിയിൽ പഴവങ്ങാടി YMCA ഹാളിൽ വെച്ച് അത് രാവിലെ 10 മണി മുതൽ 12:30 വരെയാണ് നമ്മുടെ കുടുംബയോഗം നടക്കുന്നത്. 3-ാം തീയതി ശനിയാഴ്ച നമുക്ക് ട്രിവാൻഡ്രം ജില്ലയിൽ 2 സ്ഥലത്ത് നമ്മുടെ കുടുംബയോഗം നടക്കുന്നു. ട്രിവാൻഡ്രത്ത് മ്യൂസിയത്തിൻ്റെ നേരെ എതിർവശത്ത് സത്യൻ മെമ്മോറിയൽ ഹാളിൽ വെച്ച് രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ കുടുംബയോഗമുണ്ട്. അന്ന് തന്നെ നെയ്യാറ്റിങ്കര ടൗൺ ഹാളിൽ വെച്ച് രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ കുടുംബയോഗമുണ്ട്. ആദ്യത്തെ ആഴ്ചയിൽ തന്നെ 1-ാം തീയതി മുതൽ തന്നെ നമ്മുടെ കുടുംബയോഗങ്ങൾ ആരംഭിക്കുക. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കണം. ദൈവമേ, പുതിയ വർഷത്തിൽ ദൈവമേ അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് ഞങ്ങൾ ഓരോരുത്തരെയും നിറയ്ക്കണം. നമ്മുടെ കോഴിക്കോട്ട് കുടുംബയോഗം നടക്കുമ്പോഴത്തേക്ക് മലപ്പുറത്ത് നിന്ന് ഒരു ആൻറ്റി അവിടെ വന്നായിരുന്നു. അവർ പ്രാർത്ഥനാ വിഷയം ചെയ്ത് അവർക്ക് സ്വന്തമായിട്ട് ഭവനമില്ല, സ്ഥലമില്ല, പ്രാർത്ഥിക്കണം. ആ ഇന്നലെ രാവിലെ 7:35 ആയപ്പോൾ പ്രിയങ്കരനെ വിളിച്ചു പറഞ്ഞു, വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചായിരുന്നു. എൻ്റെ ഒരു ബന്ധു വന്നിട്ട് എനിക്കൊരു 3 സെന്റ് സ്ഥലം തന്നു. അവിടെ ഇന്നലെ ഭവനം പണിയാൻ വേണ്ടി കുറ്റി അടിച്ചു. പ്രാർത്ഥിച്ചാൽ എൻ്റെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് എൻ്റെ കർത്താവ് എന്നെ സഹായിച്ചു എന്ന് സാക്ഷ്യം പറയുണ്ടായി. സ്തോത്രം. ഇന്ന് നമ്മൾ 4170 ദിവസം എത്തി നിൽക്കുമ്പോൾ പ്രിയങ്കരയിൽ എത്രയോ പേർ ഭവനമില്ലാത്തവർക്ക് ദൈവം അനുഗ്രഹിക്കപ്പെട്ട നല്ല വീട് നൽകി കൊടുത്തു. അവർ ആ നല്ല വീട്ടിലിരുന്ന് സന്തോഷത്തോടെ ഇന്ന് ഈ പ്രാർത്ഥനയിൽ നമ്മുടെ കൂടെ പങ്കെടുക്കുന്നു. ഇന്ന് അനേകർക്ക് ബർത്ത്ഡേ വെഡിങ് ആനിവേഴ്സറി ഉണ്ട്. നമുക്ക് ഒന്നിച്ച് അവർക്ക് വേണ്ടി ചേർന്ന് പ്രാർത്ഥിക്കാം. പത്തനംതിട്ട അന്നമ്മ അറിയിച്ചിരിക്കുന്ന മകൾ ആൻസിയുടെ 34ാമത്തെ ബർത്ത്ഡേ ആണ്. കുന്നളത്ത് മേഴ്സി രാജൻ അറിയിക്കുന്നവരുടെ കൊച്ചുമകൻ അഡോൺ രാജന്റെ 3ാമത് ബർത്ത്ഡേ ആണ്. ഗ്രേസി മാത്യു രാജസ്ഥാനിൽ അറിയിച്ചിരിക്കുന്നത് മകൾ ബിൻസി മാത്യുവിന്റെ 37ാമത്തെ ബർത്ത്ഡേ ആണ്. ഇത് മൂവാറ്റുപുഴയിൽ ശാന്തമ ഐസക് അറിയിച്ച സഹോദരന്റെ മകൻ ക്രിസ്റ്റോ സന്തോഷിന്റെ 15ാമത് ബർത്ത്ഡേ ആണ്. ലിസി മാമന് പത്തനംതിട്ട അറിയിച്ചിരിക്കുന്ന മകൾ അനുവിന്റെ 49ാമത്തെ ബർത്ത്ഡേ ആണ്. കവിത കാസർഗോഡ് അറിയിച്ചു മകൻ അഖിലിന്റെ 24ാമത് ബർത്ത്ഡേ ആണ്. റീനി പോൾ എറണാകുളത്തു നിന്നും അറിയിച്ചിരിക്കുന്ന അമ്മയുടെ 83ാമത്തെ ബർത്ത്ഡേ ആണ് ഇന്നത്തെ കേക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നു. ഇത് കല്ലിശ്ശേരി ജോസ്ഫരി അറിയിച്ചിരിക്കുന്നു. നാളെ വന്നിട്ട് അവരുടെ ബർത്ത്ഡേ ആണെന്ന് അറിയിച്ചിരിക്കുന്നു. തങ്കച്ചൻ പന്തളത്തുനിന്ന് അറിയിച്ചിരിക്കുന്നു മകൻ ലിതിന്റെയും മഞ്ജുവിന്റെയും 14ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ്. തങ്കച്ചായ ഇന്ന് ബർത്ത്ഡേ വെഡിങ് ആനിവേഴ്സറി ഉള്ള പ്രിയപ്പെട്ട ഇന്ന് നാളെയും ബർത്ത്ഡേ വെഡിങ് ആനിവേഴ്സറി ഉണ്ട്. നമ്മൾ അവരുടെ പേരുകൾ പറഞ്ഞെങ്കിലും ഇല്ല എങ്കിലും കർത്താവ് ആ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കട്ടെ. പുതിയ വർഷത്തിൽ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും കർത്താവ് ആ പ്രിയപ്പെട്ടവരെ നൽകി കൊടുക്കട്ടെ. ഒന്നിച്ച് ആ സന്തോഷത്തിനായി തങ്കച്ചാൻ ആ കേക്ക് കട്ട് ചെയ്യുമ്പോൾ കർത്താവെ ഞങ്ങൾ ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കും. ഇന്ന് ബർത്ത്ഡേ വെഡിങ് ആനിവേഴ്സറി ഉള്ള പ്രിയപ്പെട്ടവരുണ്ട്. അവരെ ഓരോരുത്തരെയും കർത്താവെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഞങ്ങൾ അവരെ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ പുതിയ വർഷത്തെ ദൈവമേ അങ്ങയുടെ അനുഗ്രഹവും നന്മയും അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് അവരെ നിറച്ച് അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയങ്കരയിൽ ഇന്ന് പങ്കെടുക്കുന്ന എല്ലാ കുടുംബാംഗങ്ങളെയും ഞങ്ങൾ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവേ, ഈ ആഴ്ചയുടെ അവസാന പ്രവൃത്തി ദിവസത്തിൽ ഞങ്ങൾ ഓരോ കുടുംബത്തെയും അനുഗ്രഹിക്കുമ്പോൾ ഏറിയ നന്മകളാൽ അനുഗ്രഹങ്ങളാൽ എല്ലാവരെയും അങ്ങ് നിറയ്ക്കണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് ഹോസ്പിറ്റലിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവിക സൗഖ്യം അവരിൽ ഓരോരുത്തരിലും ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപകടത്തെ തുടർന്ന് പ്രയാസങ്ങളിലെ കടന്നു പോകുന്നവരുണ്ട്, കിടപ്പിലായിരിക്കുന്നവരുണ്ട്. കർത്താവെ അങ്ങ് സൗഖ്യമാക്കണം, വിടിവിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ കുടുംബങ്ങളെയും യേശു കർത്താവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് നടക്കുന്ന സകല കാര്യങ്ങളും എൻ്റെ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. കർത്താവിന് യാത്ര പോകുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് കർത്താവ് വിവാഹം നടക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന്റെ ഭവനത്തിന്റെ പണികൾ തുടങ്ങുന്നുണ്ട്. യേശു കർത്താവിന്റെ നാമത്തിൽ ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കരങ്ങളുടെ പ്രവർത്തനം സാധ്യമാക്കി കൊടുക്കുന്ന എൻ്റെ കർത്താവെ, ഇന്ന് നടക്കുന്ന സകല കാര്യങ്ങളെ അവിടെ നിന്ന് അനുഗ്രഹിക്കണം. അനുഗ്രഹിക്കുന്ന വൻകൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവെ, ആകാശത്തിന് കീഴിലുള്ള സകല കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ നാമത്തിൽ ഇപ്പോൾ ഞങ്ങൾ അവരെ അനുഗ്രഹിക്കുന്ന കർത്താവെ, ഓരോ കുടുംബത്തിന്റെ മേലും അങ്ങ് നൽകുന്ന സൗഖ്യം, വിടുതൽ, സ്വാതന്ത്ര്യം, സമാധാനം, ദൈവശക്തി അവരിലേക്ക് കൊണ്ടുവന്ന് അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. Lord, we pray and we bless each every homes today, O Lord God. We pray for every needs, O Lord God Jesus. We pray for healing, touch, health, restoration for each and every person, Lord. We pray for people in hospitals, Lord, who have been suffering different medical issues, O Lord God. Lord, we just pray for them right now, O Lord God. We pray for people who have been posted for surgeries today, Lord God, that we pray that you shall heal them right now, Lord Jesus. Almighty God, we just thank you for all the miracles and wonders you're going to do in people's life today. All this we ask your holy name. Pray, amen. യേശു സ്വതന്ത്രനാക്കി, ഹല്ലേലൂയ. മരണത്തെ നീക്കിതാൻ ബന്ധനങ്ങളും മാറ്റി എന്നിൽ ജീവനും നൽകി. യേശു മാത്രം എൻ പ്രതീക്ഷ. Hallelujah. Praise the one. Praise the one who set me free. Hallelujah. Death has lost its grip. You have, and you have. Oh, there's salvation in your name, in Jesus Christ, my Lord.
സുനിപുത്രെ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രവർത്തിക്കുന്ന യേശു അവിശ്വാസത്തോടും ഉറപ്പോടും കൂടിയാണല്ലോ ഓരോ കുടുംബവും ഈ പ്രാർത്ഥനയിലും ആരാധനയിലും പങ്കെടുക്കുന്നത്. പ്രത്യേകിച്ച് പ്രിയങ്കല്ലാരുടെ ആരംഭ ദിവസം മുതൽ തന്നെ യൗവനക്കാർക്കായിട്ട് നമ്മൾ പ്രത്യേകമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു. പലപ്പോഴും പഠനത്തിൽ മുൻപോട്ട് പോകാൻ കഴിയാതെ വിഷമിക്കുമ്പോൾ, അല്ലെങ്കിൽ പഠിച്ചു വിദേശ രാജ്യങ്ങളിൽ പോകാൻ ആഗ്രഹിക്കുന്നവർ, അല്ലെങ്കിൽ ആ നല്ലൊരു ജോലി ആഗ്രഹിച്ച് പ്രതീക്ഷിച്ച് അതിനുവേണ്ടിയുള്ള കോഴ്സുകളൊക്കെ തിരഞ്ഞെടുത്ത് പഠിച്ചു, പക്ഷേ എന്നിട്ടും ജോലി കിട്ടുന്നില്ല. പല ഇൻ്റർവ്യൂകളും അറ്റൻഡ് ചെയ്തിട്ടും വിജയിക്കാൻ കഴിയാതെ വിഷമിക്കുന്ന അനേക കുട്ടികളുടെ യൗവനക്കാരുടെ ഒക്കെ പ്രാർത്ഥനാ വിഷയങ്ങൾ നമുക്ക് ലഭിക്കാറുണ്ട്. സുനിപുത്രെ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ പ്രവർത്തിക്കുന്ന യേശു, ആ വിശ്വാസത്തോടുകൂടെ ആ കുടുംബാംഗങ്ങളും ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് അവരുടെ ഹൃദയത്തിൻ്റെ സ്വപ്നങ്ങളെയും ആഗ്രഹങ്ങളെയും അവർക്ക് നൽകുന്നു. പരാജിതരില്ലാത്ത ഒരു ഇന്ത്യ പ്രേയിങ് കേരള അത് സ്വപ്നം കാണുന്നു. സുനിപുത്രെ സ്തോത്രം. നമ്മുടെ ഇന്ത്യയിലുള്ള ഓരോ യൗവനക്കാരനും അവർ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. പത്തനംതിട്ടയിൽ നിന്നും ഒരു മാതാവ് നമ്മളെ അറിയിച്ചത്, മകൻ ബഹ്റിനിൽ ഒരു നല്ല ജോലി പ്രതീക്ഷിച്ചാണ് വിസിറ്റിംഗ് വിസയ്ക്ക് പോയത്. പക്ഷേ 2 മാസങ്ങൾ പിന്നിട്ട് കഴിഞ്ഞപ്പോഴും ജോലി കിട്ടാതെ വളരെ വിഷമിച്ചു. ആ സമയത്തായിരുന്നു എല്ലാ മാസവും നടക്കുന്ന ഉപവാസ പ്രാർത്ഥനയിൽ ഈ മാതാവ് ഈ പ്രാർത്ഥനാ വിഷയം അറിയിച്ചത്. മാത്രമല്ല ആ 3 ദിവസവും ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിച്ചു. ഈ വിഷയത്തിന് വേണ്ടി മാത്രം, നന്മയ്ക്ക് വേണ്ടിയുള്ള അടയാളം കർത്താവ് ആ കുടുംബത്തിന് ചെയ്തത്. ആ മകൻ പ്രതീക്ഷിക്കാത്ത നിലയിൽ നല്ലൊരു കമ്പനിയിൽ നല്ലൊരു ശമ്പളത്തിൽ ജോലിയിൽ കയറുവാൻ കർത്താവ് ഇടയാക്കി. പ്രാർത്ഥിച്ച എല്ലാ കുടുംബാംഗങ്ങൾക്കും നന്ദി അറിയിച്ചപ്പോൾ ആ മാതാവ് പറഞ്ഞ മറ്റൊരു കാര്യം കൊണ്ട്, ഈ പ്രാർത്ഥന അവരുടെ വീട്ടിൽ വന്നതുകൊണ്ടാണ്, എത്തിച്ചേർന്നത് കൊണ്ടാണ് അവർക്ക് ആ നന്മ ലഭിക്കാനിടയായി തീർന്നത്. അതുകൊണ്ട് ആ മകന് കിട്ടിയ ആദ്യത്തെ ആ ജോലിയിൽ നിന്നുള്ള ആദ്യത്തെ ശമ്പളം പ്രേയിങ് കേരളയ്ക്ക് അയച്ചു തരുന്നു. പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദിയും അറിയിച്ചിരിക്കുന്നു. ബ്രദറെ, പ്രേയിങ് കേരളയിൽ ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ പ്രവർത്തിക്കുന്ന യേശുവിനെ നമ്മൾ അനുഭവിക്കുന്നു. അങ്ങനെ ആ പ്രവർത്തിക്കുന്ന യേശു ഓരോ കുടുംബത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ വലിയ ഉയർച്ചയും നന്മയും അനുഗ്രഹങ്ങളും ഒക്കെ അവർക്ക് ലഭിക്കുന്നു. ജോലി ഇല്ലാതെ വിഷമിച്ച പ്രിയപ്പെട്ടവർക്ക് നല്ല ജോലി കൊടുക്കുന്നു. അതുപോലെ ഒരു അനുഗ്രഹങ്ങൾ കേൾക്കുമ്പോൾ അപ്പം അവർ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടപ്പോൾ ഈ പ്രാർത്ഥന അവർക്കൊരു അനുഗ്രഹമായപ്പോൾ ഈ പ്രാർത്ഥന മറ്റുള്ളവർക്കൊരു അനുഗ്രഹമാകേണ്ടതിന് വേണ്ടിയാണ് ആ പണം അവർ അയച്ചു തന്നത്. പല മക്കളും ഒക്കെ പ്രേയിങ് കേരളയിൽ ചേർന്ന് പ്രാർത്ഥിച്ചു. അവർക്ക് ദൈവത്താൽ അനുഗ്രഹിച്ചു. അവർക്ക് വിദേശ രാജ്യങ്ങളിൽ പോകാൻ സാധിച്ചു. അവിടുത്തെ പഠനത്തിന് പോയ മക്കളുണ്ട്. അപ്പോൾ തന്നെ അവർക്ക് പാർട്ട് ടൈം ജോലി ലഭിച്ചു, അല്ലെങ്കിൽ ആ പഠനം പൂർത്തീകരിച്ച് നല്ലൊരു ജോലിയിലേക്ക് അവർ പ്രവേശിച്ചു. അപ്പോൾ അവർക്ക് ലഭിച്ച ആ സാലറിയിൽ നിന്ന് ആദ്യമായിട്ടൊക്കെ കിട്ടുന്ന ആ പണത്തിൽ നിന്നൊക്കെ ഈ പ്രാർത്ഥന മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണം. അവർക്ക് മറ്റുള്ളവർക്കൊരു അനുഗ്രഹമാണ്. ജോലിയില്ലാതെ വിഷമിക്കുന്നവർക്ക് ഈ ഒരു പ്രാർത്ഥന എത്തിച്ചു കൊടുക്കണം. ആ ഒരു ആഗ്രഹം അവരുടെ ഉള്ളിൽ കർത്താവ് നൽകി കൊടുത്തപ്പോൾ അവർ ചെയ്ത കാര്യം, അവർക്ക് കിട്ടിയ പണത്തിൽ ഒരു വീതം അവർ ആ പേരൻസിന് അയച്ചു കൊടുത്തിട്ട് അവരോട് പറഞ്ഞ കാര്യം, ഈ തുക ഈ പ്രേയിങ് കേരളയിൽ അത് എത്തിച്ചു കൊടുക്കണം. ഒന്നെങ്കിൽ നമ്മുടെ കുടുംബയോഗങ്ങൾ നടക്കുമ്പോൾ ആ മാതാപിതാക്കൾ നേരിട്ട് അവിടെ കൊണ്ടുവന്ന് ആ പണം നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഏൽപ്പിച്ചത് കൊണ്ടാണ് ഈ പ്രാർത്ഥന മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ സാധിച്ചത്. ചില പേരൻസ് ചെയ്ത കാര്യം, ആ മക്കൾ അവർക്ക് അയച്ചു കൊടുത്ത ആ പണം പ്രേയിങ് കേരളയുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഇപ്പോൾ സ്ക്രീനിൽ വരുന്നുണ്ടല്ലോ, ആ അക്കൗണ്ടിലേക്ക് ആ പണം അത് അയച്ച് തന്നിട്ടുണ്ട്. അങ്ങനെയും ആ പണം വന്നതൊക്കെയാണ് ഇന്നും ഈ പ്രാർത്ഥന നമുക്ക് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുവാൻ സാധിക്കുന്നത്. ഈ പ്രേയിങ് കേരളയുടെ വലിയ ആവശ്യങ്ങളിൽ ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ആ കുടുംബാംഗങ്ങൾ ഓരോരുത്തരെയും ഓർത്ത് ദൈവത്തിന് നന്ദി അറിയിക്കുമ്പോൾ ബ്രദറെ നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കണം. പുതിയൊരു വർഷത്തിലേക്ക് കയറുകയല്ല, ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ ആ പ്രിയപ്പെട്ടവർ വീണ്ടും നിറയപ്പെടട്ടെ. ഇത് ഡൽഹിയിൽ നിന്നും ഒരു മാതാവ് അറിയിച്ച കാര്യമാണ്. ഈ അമ്മയുടെ ജോലി നഷ്ടപ്പെട്ടു. അമ്മയ്ക്ക് പുതിയൊരു ജോലി അന്വേഷിച്ചിട്ട് അത് കിട്ടുന്നില്ല. 5 മാസത്തോളമായി അമ്മ ജോലി അന്വേഷിച്ച് നടക്കുക, ജോലി കിട്ടുന്നില്ല. അപ്പോൾ തന്നെ ചേച്ചിയുടെ ഒരു മരുമകൻ്റെ ഒരു വിഷയമുണ്ട്. ആ മകൻ്റെ ജോലി നഷ്ടപ്പെട്ടതാണെങ്കിൽ 1.5 വർഷവും കഴിഞ്ഞു. ആ മകനും ഇതുപോലെ തന്നെ അവന് ചെല്ലാവുന്ന ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, പലരോടും പറയുന്നുണ്ട്, പല എക്സാമുകൾ എഴുതുന്നുണ്ട്, പലയിടത്തും പോകുന്നുണ്ട്, പക്ഷെ അവനും ജോലി ലഭിക്കുന്നില്ല. ഇങ്ങനെ ഇവർ രണ്ടുപേരും വളരെ വിഷമിച്ചിരിക്കുമ്പോഴാണ് പ്രേയിങ് കേരളയിൽ ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ പ്രവർത്തിക്കുന്ന യേശുവുണ്ടെന്ന് അറിയുവാനിടയിൽ. ഇവർ ചെയ്ത കാര്യം എന്നറിയാമോ? ഈ 2 പേരുടെയും പ്രാർത്ഥനാ വിഷയം പ്രേയിങ് കേരളയിൽ അറിയിച്ചു. അത് അറിയിച്ചത് പ്രേയിങ് കേരള ഒരു ഉപവാസ പ്രാർത്ഥനയുടെ സമയത്താണ്. നമുക്കറിയാം അടുത്ത ആഴ്ചയിൽ നമ്മൾ പുതിയൊരു വർഷത്തിലേക്ക് കയറുക, 2026 ജനുവരിയിലേക്ക് കയറുക. 2026 ജനുവരി 8, 9, 10 തീയതികളിൽ നമുക്ക് ഉപവാസ പ്രാർത്ഥനയുണ്ട്. അപ്പോൾ ഇവർ ഇതുപോലെ നടന്നൊരു ഉപവാസ പ്രാർത്ഥനയിൽ ആ പ്രാർത്ഥനാ വിഷയം അറിയിച്ചോ, ചേർന്ന് പ്രാർത്ഥിച്ചോ. തീവ്രതരെ പ്രാർത്ഥിക്കുമ്പോൾ വേഗത്തിൽ പ്രവർത്തിക്കുന്ന കർത്താവ് 2 പേർക്കും അനുഗ്രഹിക്കപ്പെട്ട നല്ല ജോലി കർത്താവ് വേഗത്തിൽ നൽകി കൊടുത്തു. പ്രാർത്ഥിച്ച എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. തീർച്ചയായിട്ടും പ്രേയിങ് കേരളയിൽ പങ്കെടുക്കുന്ന ഓരോ മകനും ഓരോ മകളും അവർ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് തന്നെ ദൈവസന്നിധിയിൽ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. അവരാരും പരാജയപ്പെട്ടു പോകരുത്. സുനിപുത്രെ, ആരും അവരുടെ ജീവിതത്തിൻ്റെ ആ ഓട്ടത്തിനിടയിൽ ആരും തകർന്നു പോകരുത്. അവരെല്ലാവരും അനുഗ്രഹിക്കപ്പെടണമെന്നും നമ്മൾ ആഗ്രഹിക്കുന്നു. കോട്ടയത്ത് നിന്നും ഒരു സഹോദരി അറിയിച്ചത്, 2 മക്കളുണ്ട്, 2 പേരും എഞ്ചിനീയറിങ്ങിന് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് പക്ഷേ അത് വിജയിക്കാൻ കഴിയുന്നില്ല. ഈ കുടുംബം വളരെ വിഷമത്തിലൂടെ പോകുന്ന സമയത്തായിരുന്നു
പ്രാർത്ഥനാ വിഷയം പ്രേയിങ് കേരളയിൽ അറിയിച്ചത്. പ്രത്യേകിച്ച് കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് സ്തോത്രം, ഈ മാതാവ് നമ്മുടെ കൂടെ ചേർന്ന് പ്രാർത്ഥിച്ചു. ഈ പിന്നീട് നമ്മളെ അറിയിച്ച ഒരു സാക്ഷ്യമുണ്ട്. മകൻ ബിടെക് തോറ്റുപോയി, പ്രേയിങ് കേരളയിൽ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് ആ മകന് നല്ല വിജയം യേശു നൽകി. മാത്രമല്ല, കഴിഞ്ഞ മാസം ആ മകന് നല്ലൊരു ജോലി കിട്ടി. സ്വീഡനിലേക്ക് പോകുവാൻ ദൈവം ആ മകനെ സഹായിച്ചു. മാത്രമല്ല, മകൾക്കും സ്തോത്രം OET പലവട്ടം എഴുതിയിട്ടും വിജയിക്കാൻ കഴിഞ്ഞില്ല. ആ മകളുടെ പ്രാർത്ഥനാ വിഷയവും പ്രേയിങ് കേരളയിൽ അറിയിച്ചു. ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിച്ചു. ആ മകളും വിദേശത്ത് എത്തിച്ചേർന്നു. ഇന്ന് 2 മക്കളും അവർ അനുഗ്രഹിക്കപ്പെട്ടു. മാത്രമല്ല, ആ കുടുംബത്തിനും പ്രേയിങ് കേരള ഒരു അനുഗ്രഹമാണ് എന്ന് അറിയിച്ചിരിക്കുന്നു. ദേവബ്രദറെ, നമ്മൾ പല സ്ഥലങ്ങളിൽ നമ്മുടെ കുടുംബയോഗങ്ങളുണ്ട്. അപ്പം പല സ്ഥലങ്ങളിൽ കുടുംബയോഗം നടക്കുമ്പോൾ അവിടെയൊക്കെ വരാൻ ആഗ്രഹമുണ്ട്, പക്ഷെ അവർക്ക് വരാൻ സാധിക്കുന്നില്ല. അങ്ങനെയുള്ള പ്രിയപ്പെട്ടവരൊക്കെ ഉണ്ട്. അപ്പം ആ പല പ്രിയപ്പെട്ടവരും ചോദിക്കുന്നുണ്ട്, അപ്പം ഞായറാഴ്ച അവർക്ക് അവധിയുള്ള ദിവസമോ, അപ്പം ഞായറാഴ്ച എവിടെയെങ്കിലും കുടുംബയോഗമുണ്ടോ, എവിടെയെങ്കിലും വന്നാൽ പ്രാർത്ഥിക്കാൻ സാധിക്കുമോ എന്നൊക്കെ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പം അങ്ങനെ പലരും ആവശ്യപ്പെടുന്നതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാ ഞായറാഴ്ചയും നമ്മൾ കോട്ടയത്ത് ഒരു പ്രാർത്ഥന ക്രമീകരിച്ചിരിക്കുന്നത്. കോട്ടയത്ത് ശാസ്ത്രി റോഡിൽ KPS മേനോ ഹാളിൽ വെച്ച് രാവിലെ 9 തൊട്ട് 11:30 വരെ നമുക്ക് പ്രാർത്ഥനയുണ്ട്. നാളെ ഞായറാഴ്ചയാണല്ലോ, നാളെ നമുക്ക് പ്രാർത്ഥനയുണ്ട്. കടന്ന് എത്തിച്ചേരാൻ പറ്റുന്ന പ്രിയപ്പെട്ടവർക്ക് എത്തിച്ചേരണം. നമുക്ക് പ്രാർത്ഥിക്കാം. പുതിയൊരു വർഷത്തിലേക്ക് കയറുകയല്ലേ. വേറെ ഒരു കുടുംബയോഗത്തിനും ചിലപ്പോൾ പങ്കെടുക്കാൻ പറ്റുന്നില്ലായിരിക്കും, പക്ഷേ നാളെ നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിച്ച് വേണം പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി. അപ്പം നമ്മൾ പ്രത്യേകിച്ച് ദൈവം തന്ന ഒരു ആലോചനയിൽ ഡിസംബർ 14-ാം തീയതി ഞായറാഴ്ച നമ്മൾ പ്രത്യേകിച്ച് ജോലി ഇല്ലാതെ വിഷമിക്കുന്നവർ, പഠിത്തത്തിൽ മുൻപോട്ട് പോകാൻ പറ്റാത്തവർ, ജീവിതത്തിൽ പരാജയങ്ങൾ നേരിട്ടിരിക്കുന്നവർ, അങ്ങനെയുള്ളവർക്ക് വേണ്ടിയൊക്കെ ഒരു പ്രത്യേകിച്ച് ഒരു പ്രാർത്ഥന നമ്മൾ TVയിലൂടെയൊക്കെ പറഞ്ഞു. പലയിടങ്ങളിൽ നിന്നും അവിടെ ആൾക്കാർ കടന്നു വന്നപ്പോൾ അവരുടെ ഡോക്യുമെൻറ്റ്സുകളൊക്കെ ആയിട്ടാണ് കടന്നു വന്നത്. അപ്പോൾ അവിടെ വന്നതിനകത്ത് ഒരു അമ്മയും മകനും, ആ മകന് കണ്ണിനൊക്കെ ചില പ്രയാസങ്ങളുള്ള, അപ്പോൾ ആരെങ്കിലും ഒരു സഹായം വേണം മകന് നടക്കുവാനും ഒക്കെ. അപ്പം അവന് ആ രീതിയിലുള്ള പഠിത്തമൊക്കെ പഠിച്ച് അപ്പം ആ മകന് ജോലിയില്ലാതെ വളരെയധികം വിഷമിക്കുക. അപ്പോൾ ഒരു ജോലിയുണ്ട്, ഒരു വരുമാന മാർഗം ഉണ്ടെങ്കിലേ അവർക്ക് മുൻപോട്ട് പോകാനും സാധിക്കത്തുള്ളൂ. ഈ അമ്മ ചെയ്ത കാര്യം എന്താണെന്നറിയാമോ? അങ്ങനെ ഒരു ഞായറാഴ്ച പ്രാർത്ഥന ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഈ മകനെയും കൂട്ടിക്കൊണ്ട് ആ പ്രാർത്ഥനയിൽ അവിടെ കോട്ടയത്ത് വന്നു. ആ മകൻ്റെ വിഷയങ്ങളൊക്കെ എഴുതി വെച്ച് അന്ന് സാമ്പ്രദം ഉണ്ടായിരുന്നു. അപ്പോൾ സാമ്പ്രദൻ്റെ കയ്യിലും കൊടുത്ത് ഒന്നിച്ച് പ്രാർത്ഥിച്ചു. കഴിഞ്ഞ ദിവസം ആ അമ്മ പറയാം, ആ മകൻ ഒരിടത്തുനിന്ന് ജോലിക്ക് വിളിച്ചു. ഈ ഡിസംബർ 30-ാം തീയതി തിങ്കളാഴ്ച അവൻ ജോലിയിൽ അവിടെ പ്രവേശിക്കാൻ പോകുക. പ്രാർത്ഥിക്കുമ്പോൾ പ്രവർത്തിക്കുന്ന കർത്താവ് എത്ര നല്ലവന്. ഈ കർത്താവിനാൽ ഒരു കാര്യവും അസാധ്യമല്ല. ദൈവം പ്രവർത്തിക്കുന്ന ദൈവം തന്നെ. തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് അനേകർ ആ പ്രാർത്ഥനയിൽ വരുന്നു. എത്രയോ സന്തോഷത്തോടുകൂടി ആ സാക്ഷ്യങ്ങളൊക്കെ നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കുന്നത്. കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ട ആ വ്യക്തിയെയും കർത്താവ് അനുഗ്രഹിച്ചല്ലോ. ദൈവത്തിന് നന്ദി പറയുന്നു. സിനുവതരെ മാത്രമല്ല, കഴിഞ്ഞ ദിവസം തന്നെ ഒരു മാതാവ് മറ്റൊരു സാക്ഷി നമ്മളെ അറിയിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട്. കോവിഡിൻ്റെ സമയത്ത് അനേക പ്രിയപ്പെട്ടവർക്ക് ജോലി നഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് വിദേശ രാജ്യത്തിലായിരുന്ന സമയത്ത് അവർ ആ നല്ല ജോലിയിലിരുന്ന സമയത്തായിരുന്നു വീടിൻ്റെ പണി ആരംഭിച്ചത്, അല്ലെങ്കിൽ മക്കൾ എഞ്ചിനീയറിങ്ങിനോ അല്ലെങ്കിൽ മറ്റ് പഠനത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചത്. പക്ഷേ അവർ പോലും ചിന്തിക്കാത്ത സമയത്താണ് ആ ജോലി നഷ്ടപ്പെട്ട്, ആ കോവിഡിന് ശേഷം ആ ജോലി നഷ്ടപ്പെട്ട് തിരിച്ച് നാട്ടിലേക്ക് വന്നു. മറ്റൊരു ജോലി ശ്രമിച്ചിട്ട് കിട്ടുന്നില്ല. അതേ കമ്പനിയിൽ തിരിച്ച് കയറാൻ നോക്കിയിട്ടും പ്രവേശിക്കാൻ നോക്കിയിട്ടും സാധിക്കത്തില്ല. വളരെ വിഷമിച്ച സമയത്തായിരുന്നു കഴിഞ്ഞ മാസം നമ്മുടെ പ്രാർത്ഥന KPS മേനോനിൽ നടക്കുമ്പോൾ ഈ അമ്മ അവിടെ കടന്നു വന്നു, ആ മകനും അവിടെ കടന്നു വന്നു. പ്രാർത്ഥനാ വിഷയം എഴുതി വെച്ചു, ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിച്ചു. അതിനുശേഷം അമ്മ പറഞ്ഞൊരു സാക്ഷ്യമുണ്ട്. ഏത് കമ്പനിയിൽ നിന്ന് ജോലി നഷ്ടപ്പെട്ടോ, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യമാണ്, അതേ കമ്പനിയിലേക്ക് തന്നെ ആ മകന് തിരിച്ച് ജോലിയിൽ പ്രവേശിക്കാൻ കർത്താവ് സഹായിച്ചു. പ്രാർത്ഥിച്ച എല്ലാ കുടുംബാംഗങ്ങൾക്കും നന്ദി അറിയിച്ചിരിക്കുമ്പോൾ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഇതുപോലെ വർഷങ്ങളായിട്ട് ജോലി നഷ്ടപ്പെട്ട പ്രിയപ്പെട്ടവരുണ്ട്. മാത്രമല്ല, ബിസിനസ് മേഖലയിലായിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. വളരെ പ്രതീക്ഷയോടുകൂടി ആ ബിസിനസ്സുകൾ ആരംഭിച്ചത്, എന്നാൽ അവർ പോലും ചിന്തിക്കാത്ത സമയത്ത് വലിയ നഷ്ടങ്ങൾ സംഭവിച്ചു. അല്ലെങ്കിൽ ആ സ്ഥാപനങ്ങളൊക്കെ ജപ്തിയിലേക്ക് വന്നു, അത് പൂട്ടിപ്പോയി. വീണ്ടും അവർക്കത് തുടർന്ന് മുൻപോട്ട് കൊണ്ടുപോകണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. ആ ഓരോ കുടുംബത്തിന് വേണ്ടിയിട്ട് കർത്താവ് ഇന്ന് അത്ഭുതം പ്രവർത്തിക്കത്തില്ലേ? തീർച്ചയായിട്ടും ദൈവത്തെ നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രവർത്തിക്കുന്ന ഒരു യേശുവുണ്ട്. ഈ യേശു ഓരോ കുടുംബത്തെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥന. അപ്പോൾ തന്നെ നമുക്ക് ഒന്നിച്ച് നമ്മുടെ യൗവനക്കാരായ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പഠിക്കുന്ന മക്കളെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കണം. എക്സാം കഴിഞ്ഞ് റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തന്നെ ഫൈനൽ ഇയർ എക്സാമിന് വേണ്ടിയൊക്കെ തയ്യാറെടുക്കുന്ന മക്കളുണ്ട്. അവരെയൊക്കെ കർത്താവ് സഹായിക്കട്ടെ. വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന മക്കളുണ്ട്. അപ്പോൾ തന്നെ വിദേശത്ത് എത്തിയ മക്കളുണ്ട്, വിസിറ്റിങ്ങിന് പോയവരുണ്ട്. അവർക്ക് അവിടെ നല്ല ജോലി ലഭിക്കണം, നല്ല എല്ലാ കാര്യങ്ങളും ക്രമമാകണം. ഒന്നിച്ച് നമ്മൾ ഓരോ കുടുംബത്തെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നിന്റെ നാമത്തിൽ ഓരോ പുത്രനെയും ഓരോ പുത്രിയെയും അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മക്കളെ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുമ്പോൾ വർഷങ്ങളായിട്ട് ജോലിയില്ലാതെ വിഷമിക്കുന്നവരുടെ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഞങ്ങൾ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നല്ല ജോലി അവർക്ക് ലഭിക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. പലതരത്തിലുള്ള കോഴ്സുകൾ കർത്താവെ പഠിച്ചു, എന്നാൽ അത് പൂർത്തീകരിക്കാൻ കഴിയാതെ വിഷമിക്കുന്നവരുണ്ട്, അതിൽ വിജയിക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്നവരുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ അവർ ഓരോരുത്തരും വിജയാളികളായി തീരട്ടെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിദേശ രാജ്യങ്ങളിൽ പോകാൻ ആഗ്രഹിക്കുന്നവർക്കായിട്ട് ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ തടസ്സങ്ങളെയും യേശുവിൻ്റെ നാമത്തിൽ
ഞങ്ങൾ മാറ്റുന്ന കർത്താവെ. ബുദ്ധി വൈകല്യങ്ങളിലൂടെ പോകുന്നവരുണ്ട്, ഓട്ടിസം നിമിത്തം വിഷമിക്കുന്നവരുണ്ട്, ഹൈപ്പർ ആക്റ്റീവായ കുട്ടികളുണ്ട്, പലതരത്തിലുള്ള രോഗങ്ങൾ നിമിത്തം സ്കൂളുകളിലെ കോളേജുകളിൽ പോകാൻ കഴിയാതെ വിഷമിക്കുന്ന കുട്ടികളുണ്ട്. നിന്റെ നാമത്തിൽ ഇപ്പോൾ ഞങ്ങൾ ആ മകനെയും ആ മകളെയും ഞങ്ങൾ അനുഗ്രഹിക്കുന്ന കർത്താവെ. അവർ ഓരോരുത്തരും വിജയത്തിലേക്ക് എത്തിച്ചേരട്ടെ. ബ്ലസ് ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. കർത്താവെ, ജോലിയില്ലാതെ വിഷമിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവർക്ക് അനുഗ്രഹിക്കപ്പെടുന്ന നല്ല ജോലി അങ്ങ് നൽകി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ ജോലി നഷ്ടപ്പെട്ടു പോയ പ്രിയപ്പെട്ടവരുണ്ട്. ദൈവമേ, അതിൻ്റെ നിരാശയിൽ നിന്നും കർത്താവ് അവരെ കരകയറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. പുതിയൊരു ജോലി കണ്ടെത്തുവാൻ അങ്ങ് സഹായിക്കണം. പുതിയ ജോലി നൽകി കൊടുത്ത് അവരെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ ജോലിയിൽ കർത്താവ് വളരെയധികം ടെൻഷനുള്ള പ്രിയപ്പെട്ടവരുണ്ട്. കർത്താവ് മാനസിക സമ്മർദ്ദങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. അവർക്ക് കർത്താവ് ടാർഗറ്റ് പൂർത്തീകരിക്കാൻ കഴിയാതെ വിഷമിക്കുന്നവരുണ്ട്. കർത്താവ് ജോലി സംബന്ധമായി ദൂരയാത്ര ചെയ്യുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ശാരീരികമായ പ്രയാസങ്ങൾ നേരിടുന്നവരുണ്ട്. കർത്താവ് ടെൻഷൻ മൂലം രാത്രി ഉറങ്ങാൻ കഴിയാത്തവരുണ്ട്. യേശുവേ, അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ ആ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ജോലി സംബന്ധമായ പലവിധമായ കേസുകൾ നേരിടുന്ന പ്രിയപ്പെട്ടവരെ ദൈവമേ, അതിൽ നിന്നും അങ്ങ് രക്ഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജോലിയിൽ കർത്താവ് ഭാരം മൂലം കർത്താവെ ശാരീരികമായ പ്രയാസങ്ങൾ നേരിട്ട് കർത്താവ് രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. യേശുവിൻ നാമത്തിലുള്ള സൗഖ്യത്തെ ഞങ്ങൾ ആ പ്രിയപ്പെട്ടവരിലേക്ക് കൊണ്ടുവരുന്നു. ഓരോരുത്തരും ജോലി മേഖലയിൽ അവർ അനുഗ്രഹിക്കപ്പെട്ട് ദൈവിക ഉയർച്ച അവർക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. Lord Jesus, we pray for healing, health, restoration for each and every person today, Lord. Lord, we pray for the young brothers and sisters, oh Lord God, looking for a job, Lord, today. Lord, we pray for them today, Lord. We pray for new doors and new ventures and new opportunities will come forth for them, Lord. Lord, we pray for every businessman, businesswoman today, oh Lord God. To the closing of the year, Lord God, we pray for good sales, oh Lord God, good benefits. We pray for them, Lord God. Almighty heaven and Heavenly Father, we pray for our sons and daughters who are going for exams on this day, Lord. Lord, we pray for every prometric exam that's happening today, for MOH or DOH exams, oh Lord God. We pray, Lord, for good scores and help them to qualify for the jobs, oh Lord God. Lord, we pray for new admissions abroad, oh Lord God. We pray for finance for each and every homes today, Lord. Lord, we pray and we bless the food and water for homes today, Lord. All this we ask your holy name. I pray, man. കർത്താവെ, പനിയാൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രത്യേകിച്ച് കണ്ടുപിടിക്കാത്ത രോഗമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തു നാമത്തിൽ അവരെ സൗഖ്യമാക്കുന്ന, എലിപ്പനിയുള്ളവരെ കർത്താവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാക്കുന്ന, എണ്ണമുള്ള പനിയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തു നാമത്തിൽ അവരെ സൗഖ്യമാക്കുന്നു. കർത്താവെ, ന്യൂമോണിയ ബാധിച്ച് കർത്താവെ ലങ്സ് ഒക്കെ ക്ലിയർ അല്ലാത്തവർക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തു നാമത്തിൽ സൗഖ്യമാക്കുന്നു. അനേക നാളുകളായിട്ട് ചുമയ്ക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ചുമ നിൽക്കാതിരിക്കുന്നവർക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവെ, അങ്ങയുടെ നാമത്തിലുള്ള സൗഖ്യത്തെ ആ മക്കളുടെ മേൽ ഇപ്പോൾ കൊണ്ടുവരിക. ലങ്സ് ക്ലിയർ അല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓക്സിജൻ കുറഞ്ഞു പോകുന്നവർക്ക് വേണ്ടി, ഓക്സിജൻ്റെ അളവ് കുറഞ്ഞു പോകുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യമാക്കുന്നു. ലിവർ ഫംഗ്ഷൻ ശരിയല്ലാത്തവരെ കർത്താവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാക്കുന്നു. മഞ്ഞപ്പിത്തം എപ്പോഴും കൂടി നിൽക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അവരെ സൗഖ്യമാക്കുന്നു. ചിക്കൻ പോക്സ് ഉള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അവരെ ഞങ്ങൾ സൗഖ്യമാക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. ദൈവമേ, അങ്ങേ നാമിച്ചിടുന്നേ, പരിശുദ്ധനേ, രാജാവേ, അങ്ങേ വാഴ്ത്തിടുന്നീതാ, വീരനാം ദൈവമേ, അങ്ങേ പരിശുദ്ധനേ, പരിശുദ്ധനേ, രാജാവേ, അങ്ങേ വാഴ്ത്തിടുന്നീതാ, വീരനാം ദൈവമേ, അങ്ങേ പരിശുദ്ധനേ, പരിശുദ്ധനേ, രാജാവേ, അങ്ങേ വാഴ്ത്തിടുന്നീതാ, വീരനാം ദൈവമേ, അങ്ങേ ഓ പരിശുദ്ധനേ, പരിശുദ്ധനേ, അങ്ങേ വാഴ്ത്തുന്നപ്പാ, വീരനാം ദൈവമേ, വീരനാം ദൈവമേ, അങ്ങേ പരിശുദ്ധനേ, വീരനാം ദൈവമേ, അങ്ങേ നാമേ, അത്ഭുതമായ നാമമേ, അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികം ചേർന്ന് അത്ഭുതമായ നാമമേ, ഓ അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യം, ആശ്ചര്യം, ഓ യേശുവേ, ഞങ്ങൾ അങ്ങനെ നാമത്തെ ഉയർത്തുന്നപ്പോ, അത്ഭുതമായ നാമമേ.
തീവ്ര പ്രാർത്ഥനയുടെയും ആരാധനയുടെയും 4170 ദിവസം പിന്നിടുമ്പോൾ നമ്മൾ അടുത്ത ആഴ്ച ഒരു പുതിയ വർഷത്തിലേക്ക്, പുതിയൊരു മാസത്തിലേക്ക് കടക്കുകയാണ്. 2026 ജനുവരി മാസം 1-ാം തീയതി. ആ 1-ാം തീയതി തന്നെ നമുക്ക് 2 സ്ഥലത്ത് നമ്മുടെ കുടുംബയോഗമുണ്ട്. ഒന്ന് വ്യാഴാഴ്ച വന്നിട്ട് നമ്മുടെ തിരുവല്ലായി കുടുംബയോഗമുണ്ട്. തിരുവല്ല ടൗണിൽ തന്നെയുള്ള ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡ് എതിർവശത്തുള്ള ബിലീവേഴ്സ് യൂത്ത് സെൻ്ററിൽ അവിടെ രാവിലെ 9:30 മുതൽ വൈകുന്നേരം 4 മണി വരെ നമ്മുടെ കുടുംബയോഗമുണ്ട്. അന്ന് തന്നെ നമുക്ക് തൊടുപുഴ കുടുംബയോഗമുണ്ട്. തൊടുപുഴ ഐശ്വര്യ ഓഡിറ്റോറിയത്തിൽ രാവിലെ 10 മുതൽ 12 മണി വരെ നമ്മുടെ കുടുംബയോഗമുണ്ട്. 2-ാം തീയതി വെള്ളിയാഴ്ച നമുക്ക് റാന്നിയിൽ നമ്മുടെ കുടുംബയോഗമുണ്ട്. റാന്നി പഴവങ്ങാടിയിലുള്ള YMCA രാവിലെ 10 മുതൽ 12 മണി വരെ നമ്മുടെ കുടുംബയോഗം നടക്കുന്നത്. 3-ാം തീയതി ശനിയാഴ്ച തിരുവനന്തപുരത്ത് 2 സ്ഥലത്ത്, ഒന്ന് നമ്മുടെ സത്യൻ മെമ്മോറിയൽ ഹാളിൽ രാവിലെ വന്നിട്ട് 7 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയും, നെയ്യാറ്റിങ്കര ടൗൺ ഹാളിൽ വന്നിട്ട് രാവിലെ 10 മുതൽ 4 മണി വരെയുണ്ട്. നമുക്കറിയാം അടുത്ത ആഴ്ചയിൽ നമുക്ക് 6-ാം തീയതി ചൊവ്വാഴ്ച പത്തനംതിട്ടയുണ്ട്, പൊൻകുന്നമുണ്ട്. 7-ാം തീയതി ബുധനാഴ്ച വന്നിട്ട് എറണാകുളത്തുണ്ട്, ചെങ്ങന്നൂരുണ്ട്. അതുപോലെ അടുത്ത ആഴ്ചയിൽ പിന്നത്തെ ആഴ്ചയിൽ നമ്മുടെ ഉപവാസ പ്രാർത്ഥന നടക്കുകയാണ്. ജനുവരി മാസം 8-ാം തീയതി വ്യാഴാഴ്ച, 9-ാം തീയതി വെള്ളിയാഴ്ച, 10-ാം തീയതി ശനിയാഴ്ച. നിങ്ങൾ ഭൂമിയിൽ 2 പേർ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുന്ന ഏത് വിഷയത്തിനും എൻ്റെ പിതാവിൽ നിന്ന് മറുപടിയുണ്ട് എന്ന് ദൈവത്തിൻ്റെ തിരുവെഴുത്ത് നമ്മളെ പഠിപ്പിക്കുന്നെങ്കിൽ ആ കുടുംബങ്ങളിലും അത് തന്നെയാണ് തങ്കജയ സംഭവിക്കുന്നത്. നമ്മുടെ പ്രിയ കുടുംബാംഗങ്ങൾ അവിടെ കടന്നു വരുന്നു, അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എഴുതി വെക്കുന്നു. ആ കുടുംബത്തോടു കൂടെ ചേർന്ന് നമ്മൾ 2-3 സെക്കൻഡ് ആയിരിക്കും പ്രാർത്ഥിക്കുന്നത്. കർത്താവ് പക്ഷേ വർഷങ്ങളായിട്ട് പ്രാർത്ഥിച്ചിട്ടും മറുപടി ഇല്ലാത്ത വിഷയത്തിന് മേൽ യേശു അത്ഭുതത്തെ പ്രവർത്തിക്കുന്നു. വാട്സാപ്പിലൂടെ ഒരു സഹോദരി അറിയിച്ചത്, കൂടെ പ്രവർത്തിക്കുന്ന വ്യക്തിക്ക് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ ഒരു ട്യൂമർ വന്നു, ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു. ഇങ്ങനെ ആ കുടുംബം വിഷമത്തിലൂടെ പോകുന്ന സമയത്തായിരുന്നു പത്തനംതിട്ടയിൽ നമ്മുടെ കുടുംബയോഗം നടക്കുന്ന സമയത്ത് ഇവിടെ കടന്നു വന്ന് ആ പ്രാർത്ഥനാ വിഷയം എഴുതി വെച്ച് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിച്ചു. സംഭവിച്ചത് കർത്താവ് ഓപ്പറേഷനെ മാറ്റി പൂർണ്ണ സൗഖ്യം നൽകി. തുടർന്ന് നടന്ന എല്ലാ ടെസ്റ്റ് റിപ്പോർട്ടുകളും നോർമലായി. പ്രാർത്ഥിച്ച കുടുംബാംഗങ്ങൾക്ക് നന്ദി അറിയിച്ചിരിക്കുന്നു. തിരുവല്ലയിൽ നിന്ന് മറ്റൊരു സഹോദരിക്ക് അറിയിക്കാനുള്ളത്, ഭർത്താവിന് വൻകുടൽ ദ്രവിച്ചു പോകുന്നു എന്ന സ്കാനിങ്ങിൽ കണ്ടുപിടിച്ചു. മലം പോകുമ്പോൾ അതിൻ്റെ കൂടെ കുടലും കൂടെ ഉരുകി പോകുകയാണ്. സ്തോത്രം. ഡോക്ടേഴ്സിനെ കണ്ടപ്പോൾ ഓപ്പറേഷന് ബാക്കിയുള്ള ട്രീറ്റ്മെൻറ്റുകൾ ഒക്കെ സംസാരിച്ചു. പക്ഷേ അതിനുള്ള പണം ഇവരുടെ കരങ്ങളിലില്ല. ഈ കുടുംബം വളരെ വിഷമത്തിലൂടെ പോകുന്ന സമയത്തായിരുന്നു ഈ കുടുംബത്തിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന മറ്റൊരു വ്യക്തി പ്രേയിങ് കേരളയിൽ നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു യേശുവുണ്ട് എന്ന ആ നല്ല വർത്തമാനം, ആ സന്തോഷ അത് ആ കുടുംബത്തോട് പറഞ്ഞത് തങ്കജായ മാത്രമല്ല, തിരുവല്ലയിൽ കുടുംബയോഗം നടക്കുന്ന സമയത്ത് ഇവരെയും കൂടെ കൂട്ടിക്കൊണ്ട് അവിടെ കടന്നു വന്നു. ആ പ്രാർത്ഥനാ വിഷയം എഴുതി വെച്ചു. അന്ന് സാം ബ്രദർ അവിടെ ഉണ്ടായിരുന്നു. പ്രാർത്ഥിച്ച് ഒരു ബോട്ടിൽ എണ്ണ കൊടുത്ത് അവരെ അനുഗ്രഹിച്ച് വിട്ടു. എല്ലാ ദിവസവും രാവിലെ നടക്കുന്ന ഈ പ്രാർത്ഥനയിൽ അവരാ എണ്ണ പുരട്ടി ചേർന്ന് പ്രാർത്ഥിച്ചു. യേശു ആ വ്യക്തിയെ സൗഖ്യമാക്കി. തുടർന്ന് നടന്ന ടെസ്റ്റിൽ വയറ്റിൽ ഒരു കുഴപ്പവുമില്ല. ആ കുടലിനകത്ത് ചെറിയൊരു നീർക്കെട്ട് മാത്രമേ ഉള്ളൂ. പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി അറിയിച്ചിരിക്കുന്നു. നമ്മുടെ കുടുംബയോഗത്തിൽ വരുമ്പോഴത്തേനും ഓരോരുത്തരും വന്നിട്ട് സാക്ഷ്യം പറയുന്നത്, നമുക്കറിയാം ലൂക്കോസ് 37, ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ലല്ലോ. ഇവിടെ ട്രിവാൻഡ്രത്ത് കുടുംബയോഗം നടക്കുമ്പോൾ അവിടെ ദിവ്യ ജസ്റ്റിൻ സഹോദരി പറഞ്ഞത്, അവർ പ്രാർത്ഥന നമ്മുടെ പ്രിയങ്കരുടെ കുടുംബയോഗത്തിന് വരുമ്പോൾ അവർക്ക് സ്വന്തമായിട്ടൊരു ഭവനമില്ല, വിവാഹം കഴിഞ്ഞ് 5 വർഷമായി മക്കളില്ല. ആ വിഷയം എഴുതി വെച്ച് പ്രാർത്ഥിച്ചു. അവരത് 4 മാസം കഴിഞ്ഞ് പിന്നെ വന്നിട്ട് സാക്ഷ്യം പറയുന്നത്, എനിക്ക് സ്വന്തമായിട്ടൊരു വീടില്ലായിരുന്നു, വീടിൻ്റെ പണി തുടങ്ങി, അതുപോലെ വന്നിട്ട് ഞാനിന്ന് ഗർഭിണിയാണ്. ആ സാക്ഷ്യം അവിടെ വന്ന് പറയുകയുണ്ടായി. തീർച്ചയായിട്ടും മക്കളില്ലാതെ വിഷമിക്കുന്ന അനേക കുടുംബങ്ങളെ കർത്താവ് സഹായിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട കുട്ടികളെ ദൈവം അവർക്ക് നൽകുന്നു. മാവേലിക്കരെ ഞാൻ ഓർക്കുന്നു, 20-25 വർഷമായിട്ട് മക്കളില്ലാതിരുന്ന കുടുംബങ്ങൾക്ക് പ്രേയിങ്കലിൽ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിച്ചപ്പോൾ യേശു അനുഗ്രഹിക്കപ്പെട്ട കുട്ടികളെ നൽകിയ സാക്ഷ്യങ്ങൾ നമുക്ക് നേരിട്ട് കേൾക്കാനും അവരെയും നേരിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഞാൻ ഓർക്കുന്നുണ്ട്, പണ്ട് നമുക്ക് പ്രേയിങ്കലയുടെ മീറ്റിംഗ് DC ബുക്സ് ഓഡിറ്റോറിയത്തിൽ നടക്കുമ്പോൾ ഒരു അമ്മയും ഒരു കുഞ്ഞും അവരുടെ ആ മുത്തശ്ശിയും കൂടെ ചേർന്ന് വന്ന് പറഞ്ഞ സാക്ഷ്യമുണ്ട്. മകൾ ക്യാരിങ് ആയിരിക്കുന്ന സമയത്ത് 5 വട്ടം നടന്ന ആ സ്കാനിങ്ങിലും കുട്ടിയെ അബോർഷൻ ചെയ്ത് കളയണമെന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. കാരണം ആ കുട്ടി ഉണ്ടായാൽ തന്നെ കിഡ്നിക്ക് പ്രശ്നമുണ്ടാകാം, ഹൃദയത്തിന് പ്രശ്നമുണ്ടാകാം, അങ്ങനെ പലതരത്തിലുള്ള പ്രോബ്ലംസാണ് പറഞ്ഞത്. പക്ഷേ ആ സമയത്താണ് ഇവർ പ്രേയിങ് കേരളയിൽ പങ്കെടുക്കുന്നത്. അനേക സാക്ഷ്യങ്ങളെ കേട്ടുകൊണ്ടിരുന്നപ്പോൾ അവർക്ക് യേശുവിലുള്ള വിശ്വാസം വർദ്ധിക്കാൻ തുടങ്ങി. എണ്ണയും വെള്ളവും പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇവർ അവരുടെ വീട്ടിലുണ്ടായിരുന്ന ഒരു തുള്ളി എണ്ണ എടുത്ത് ആ വയറ്റിൽ പുരട്ടി ചേർന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. തങ്കജായ സംഭവിച്ചത് 5 വട്ടം നടന്ന സ്കാനിങ്ങിലും കുഞ്ഞിനെ അബോർഷൻ ചെയ്ത് കളയണമെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞ സമയത്ത് യേശു അവർക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു ആൺകുഞ്ഞിനെ നൽകി. ആ കുഞ്ഞുമായിട്ടാണ് അന്ന് അവരവിടെ കടന്നു വന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നതും നമുക്ക് നേരിട്ട് കാണാനായിട്ട് സാധിച്ചു. അനേക പ്രിയപ്പെട്ടവരെ കർത്താവ് അനുഗ്രഹിക്കുന്നു. മാത്രമല്ല, മക്കളുണ്ടാക്കാൻ പല ട്രീറ്റ്മെൻറ്റിലൂടെ ഒക്കെ പോകുന്ന പ്രിയപ്പെട്ടവരുണ്ട്. പലപ്പോഴും അത് പരാജയപ്പെട്ടു പോകുന്നു. വീടും വസ്തുവും ഒക്കെ വിറ്റിട്ടും
അതിന് ഒന്ന് ശ്രമിച്ചിട്ടും ഒന്നും ഫലം കാണാതെ വിഷമിക്കുമ്പോഴായിരിക്കും നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കും. ദൈവം ആ കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നു, അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളെ നൽകുന്നു. ആ കുടുംബങ്ങളെല്ലാം സന്തോഷത്തോടുകൂടെ ഇന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നു. നമുക്ക് ഒരുമിച്ച് ഓരോ കുടുംബത്തെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രേയിങ് കേരളയിൽ നമ്മൾ ആകാശത്തിൻ്റെ കീഴിലുള്ള സകല കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ടും നമ്മൾ പ്രാർത്ഥിക്കുന്നു. ആകാശത്തിൻ്റെ കീഴിലുള്ള സകല പുത്രീപുത്രന്മാർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ നമ്മുടെ ദേശത്തെ, നമ്മുടെ രാജ്യത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കാരണം തിരുവെഴുത്ത് അത് നമ്മളെ പഠിപ്പിക്കുന്നു. തങ്കച്ചായ, സകല മനുഷ്യർക്കും സ്വസ്ഥതയും സമാധാനമുള്ള ജീവിതം ഉണ്ടാകേണ്ടതിനായി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. കോതമംഗലത്തും ഒരു സഹോദരി അറിയിച്ചത്, ലിസി ഹോസ്പിറ്റലിൽ പിതാവിൻ്റെ കരളിന് പ്രശ്നം, അത് കരൾ മാറ്റിവെക്കണം, ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു. ആ ഹോസ്പിറ്റൽ അഡ്മിറ്റായിട്ട് കിടക്കുന്ന സമയത്ത് ഹസ്ബൻഡ് ഐസിയുവിലാണ്. ഈ ഭാര്യ ഈ മുറിക്കകത്ത്, ആ ഹോസ്പിറ്റലിൽ ഒരു മുറിക്കകത്ത് വെറുതെ ചാനൽ മാറ്റി വന്ന സമയത്തായിരുന്നു ആദ്യമായിട്ട് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന തങ്കച്ച. ഇന്നും ആദ്യമായിട്ട് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അങ്ങനെ ആ സഹോദരി ചെയ്തത്, അപ്പോൾ ആ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ 100 അവസാനിക്കുന്ന ഫോൺ നമ്പറിൽ ഈ ഭർത്താവിൻ്റെ പ്രാർത്ഥനാ വിഷയം പ്രേയിങ് കേരളയിൽ വിളിച്ചു പറഞ്ഞു. ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിച്ചു. അതിനുശേഷം നടന്ന റിപ്പോർട്ടുകളിലൊക്കെ യേശു അത്ഭുതം പ്രവർത്തിച്ചു. ഇപ്പോൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യണ്ട എന്ന് അതേ ഡോക്ടേഴ്സ് അറിയിച്ചിരിക്കുന്നു. സന്തോഷത്തോടു കൂടിയാണ് ആ കുടുംബം ഈ വിവരം നമ്മളെ അറിയിച്ചത്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കണം. ഇന്നും കർത്താവ് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നു. നമ്മുടെ കൊല്ലത്തെ കുടുംബത്തിൽ ടോണി എന്നൊരു സഹോദരൻ വന്നിട്ട് പറഞ്ഞത്, ഞാൻ പ്രേയിങ് കേരളയിൽ ഏതെല്ലാം വിഷയത്തിന് വേണ്ടി പ്രാർത്ഥന എഴുതി വെച്ച് പ്രാർത്ഥിച്ചോ ആ വിഷയത്തിനെല്ലാം എനിക്ക് മറുപടി തന്നു. ഒന്ന്, വീടിൻ്റെ മെയിൻ്റെനൻസ് നടന്നു, അമ്മയ്ക്ക് നടുവേദന ഉണ്ടായിരുന്നു, അതുപോലെ അമ്മയ്ക്ക് പനി ഉണ്ടായിരുന്നു. ആ വിഷയത്തിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചു, അതെല്ലാം പൂർണ്ണമായിട്ട് മാറി. അതുപോലെ വന്നിട്ട് ത്വക്കിന് വന്നിട്ട് കട്ടിയാണ്, അതുപോലെ കാലിൻ്റെയൊക്കെ പത്തിക്ക് വന്നിട്ട് ആ ത്വക്കിന് വളരെ കട്ടിയാണ്. പ്രാർത്ഥിച്ച് എണ്ണ തേച്ച് പ്രാർത്ഥിച്ചതിൻ്റെ പരമായിട്ട് അതെല്ലാം പൂർണ്ണമായിട്ട് മാറി എന്നുള്ള സാക്ഷ്യം പറയുണ്ടായി. തീർച്ചയായിട്ടും നമുക്ക് ഒരുമിച്ച് പലതരത്തിലുള്ള രോഗങ്ങൾ നിമിത്തം വിഷമിക്കുന്നവർക്കായിട്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അനേകരെ ഇപ്പോൾ മുമ്പ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ ഇരുന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട്. ഭർത്താവിൻ്റെ കിഡ്നി മാറ്റിവെക്കണം, അല്ലെങ്കിൽ ഭാര്യയുടെ കിഡ്നി മാറ്റിവെക്കണം, അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗനിമിത്തം ഹൃദയം തന്നെ മാറ്റിവെക്കണമെന്നൊക്കെ പറഞ്ഞ പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥനാ വിഷയങ്ങളും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഷുഗർ വളരെ കൂടുതൽ, കൈകൾ, കാലുകൾ, വിരലുകളൊക്കെ മുറിച്ച് കളയണമെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞ വ്യക്തികളുണ്ട്. മാത്രമല്ല, പല മാരകമായ രോഗങ്ങൾ ബാധിച്ച പ്രിയപ്പെട്ടവരുണ്ട്. തിരുവനന്തപുരം RCC ക്യാൻസർ സെൻ്ററിൽ ഉള്ള അനേക കുട്ടികളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ, കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ, ക്യാൻസർ ബാധിച്ച കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ നമ്മളെ അറിയിച്ചിരിക്കുന്നു. തിരുവനന്തപുരം RCC ക്യാൻസർ സെൻ്ററിൽ പ്രാർത്ഥന നടക്കുമ്പോൾ ആ കുഞ്ഞുങ്ങളെ കൈകളിലെടുത്ത് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന അമ്മമാരുണ്ട്. തങ്കച്ചായ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് ആ കുഞ്ഞുങ്ങളെല്ലാം സൗഖ്യമാക്കട്ടെ. അപ്പോൾ തന്നെ വിദേശ രാജ്യങ്ങളിലും അനേക ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്ന അനേക നേഴ്സുമാരുണ്ട്, ഡോക്ടേഴ്സുണ്ട്. നമ്മൾ കഴിഞ്ഞ ഉപവാസ പ്രാർത്ഥന കേട്ടതുപോലെ റോജി എന്ന ഒരു സഹോദരി വിദേശത്ത് ഒരു ക്യാൻസർ വാർഡിലാണ് ജോലി ചെയ്യുന്നത്. അവർ നോക്കുന്ന ആ കുഞ്ഞുങ്ങളുടെ, ആ ക്യാൻസർ ബാധിച്ച കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ നമുക്ക് അയച്ചു തന്നല്ലോ. അതുപോലെ അനേക കുട്ടികൾ ക്യാൻസർ നിമിത്തം വിഷമിക്കുന്നവരുണ്ട്. അവരെല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. യേശു നൽകുന്ന ആ വിടുതൽ, സൗഖ്യം അവരിൽ ഓരോരുത്തരിലേക്കും എത്തിച്ചേരട്ടെ. അപ്പോൾ തന്നെ വർഷങ്ങളായിട്ട് മക്കളില്ലാതെ വിഷമിക്കുന്ന കുടുംബങ്ങളെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഓരോ വ്യക്തിയെയും, ഓരോ കുടുംബത്തെയും കർത്താവ് അനുഗ്രഹിക്കേണ്ടതിന്, സൗഖ്യമാക്കേണ്ടതിന് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആകാശത്തിലുള്ള സകല രാജ്യങ്ങളെയും യേശു കർത്താവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ആകാശത്തിലുള്ള സകല കുടുംബങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആകാശത്തിലുള്ള സകല പുത്രിപുത്രന്മാരെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, പല രോഗത്തിൽ കൂടി കടന്നു പോകുന്നവരുണ്ട്. കർത്താവെ, ക്യാൻസർ രോഗം, കർത്താവെ, പല പ്രായത്തിലുള്ളവർ, ശരീരത്തിന്റെ പല ഭാഗങ്ങളിൽ കർത്താവെ ക്യാൻസർ വന്ന് പല ഓപ്പറേഷൻ കഴിഞ്ഞ് കർത്താവെ ഇപ്പോൾ സൗഖ്യമാകാത്തവരുണ്ട്. യേശു കർത്താവിന്റെ നാമത്തിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കർത്താവെ, കാൽവരി കുരിശിൽ തകർത്ത ദൈവിക സൗഖ്യം വിജയ കർത്താവെ ഓരോ രോഗികളിലേക്കും വരട്ടെ. ആ രോഗങ്ങൾ പൂർണ്ണമായിട്ട് മാറട്ടെ. ഹാർട്ട് രോഗികൾ സൗഖ്യമാകട്ടെ, അസ്ഥി രോഗികൾ സൗഖ്യമാകട്ടെ, മുട്ടിന്റെ വേദനകൾ മാറട്ടെ, നടുവിന്റെ വേദനകൾ മാറട്ടെ. കർത്താവെ, പനിയാൽ ഭാരപ്പെടുന്നവരുണ്ട്, വിട്ടുമാറാത്ത ചുമയുണ്ട്, കർത്താവെ, കഫത്തിന്റെ പ്രയാസങ്ങളുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. ആ യൂറിൻ സംബന്ധമായ പ്രയാസങ്ങൾ മാറട്ടെ, ആ കുടൽ സംബന്ധമായ പ്രയാസങ്ങൾ മാറട്ടെ, ആ പനി മാറട്ടെ. ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവ് സൗഖ്യമാക്കുന്ന വൻകൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. Lord Jesus, we pray for health restoration for each and every brother and sisters today, oh Lord God. Lord, we pray for the ones, Lord, who have been suffering with pain in the body, Lord God. You pray that we shall heal them completely, Lord God. People who's got knee joint pains, Master, we pray for them right now. Lord God, we pray for people who has got issues with the blood, with the diabetics, Master, and with the blood pressures. Lord God, we pray for normal results to come forth and heal them from all the issues in the body, Lord. Lord God, we pray for people going for medical tests today, Lord. We pray for normal reports to come forth, Master. Every PET scans, Lord God, we pray for them right now. Lord God, we just pray for every blood test and every x-rays that's been taken, going to be taken, Lord God. We pray for normal reports to come forth, Lord. We pray over every medical test, Lord God. All this we ask your holy name.
I pray, amen. ആമേൻ. തങ്കച്ചായ, നമ്മൾ പ്രിയങ്കലെ ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒന്ന് ആകാശത്തിൻ കീഴിലുള്ള സകല രാജ്യങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. 2 ആകാശത്തിൻ കീഴിലുള്ള സകല കുടുംബങ്ങൾക്ക് വേണ്ടിയും നമ്മൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. 3 ആകാശത്തിൻ കീഴിലുള്ള സകല പുത്രന്മാർക്ക് വേണ്ടിയും ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വർഷത്തിൻ്റെ അവസാന ദിവസങ്ങളിലൊക്കെ നമ്മൾ എത്തി നിൽക്കുമ്പോൾ നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കണം. ദൈവമേ, ഓരോ രാജ്യത്തെയും അങ്ങ് സൗഖ്യമാക്കി അനുഗ്രഹിക്കണമേ. ഓരോ കുടുംബത്തെയും യേശുവേ അങ്ങ് സൗഖ്യമാക്കി അനുഗ്രഹിക്കണം. ഓരോ പുത്രനെയും കർത്താവെ അങ്ങ് സൗഖ്യമാക്കി അനുഗ്രഹിക്കണമേ. അപ്പോൾ തന്നെ പ്രിയങ്കകളെ, 1-ാമത്തെ ദിവസം മുതൽ ഇന്ന് നമ്മൾ 4170-ാമത്തെ ദിവസം വരെയും നമ്മുടെ കുടുംബാംഗങ്ങൾ അറിയിച്ച ആ പ്രാർത്ഥനാ വിഷയങ്ങൾ നമ്മൾ എഴുതിയെടുത്ത് നമ്മുടെ ആ ഓൾട്ടറിൽ വെച്ചിട്ടുണ്ട്. 84 ലക്ഷത്തോളം വ്യക്തികളുടെ കുടുംബങ്ങളുടെ വിവരങ്ങൾ ആ ഓൾട്ടറിൽ ഇരിക്കുമ്പോൾ ഇന്ന് നമ്മൾ ചേർന്ന് പ്രാർത്ഥിക്കുക. ദൈവമേ, ഓരോ വ്യക്തിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഓരോ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവിക അനുഗ്രഹത്താൽ എല്ലാ കുടുംബങ്ങളും നിറയട്ടെ. യെശയ്യാവ് 9:6 നമ്മൾ വായിക്കുന്നു, യേശു അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു. ഈ സമയത്ത് ആ സ്ഥലത്ത് എഴുന്നേൽക്കാൻ പറ്റുന്ന പ്രിയപ്പെട്ടവർ എഴുന്നേറ്റ് നമ്മൾ ഒന്നിച്ച് ആകാശത്തിലുള്ള സകല രാജ്യങ്ങൾക്ക് വേണ്ടിയും ആകാശത്തിലുള്ള സകല കുടുംബങ്ങൾക്ക് വേണ്ടിയും ആകാശത്തിലുള്ള സകല പുത്രന്മാർക്ക് വേണ്ടിയും ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ യേശു ഈ പ്രഭാതത്തിൽ പ്രേക്ഷിക്കുന്ന കുടുംബങ്ങൾ ഒരുമിച്ച് ആകാശത്തിലുള്ള രാജ്യങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ആകാശത്തിലുള്ള സകല കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആകാശത്തിലുള്ള സകല പുത്രന്മാർക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. 2013 ഫെബ്രുവരി 1-ാം തീയതി മുതൽ കർത്താവെ പ്രേംകരയിൽ വന്ന കർത്താവെ 84 ലക്ഷത്തിലധികം കുടുംബങ്ങളുടെ വിഷയങ്ങളുടെ അപ്പന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. ഏത് വിഷയമാണ് കർത്താവെ ആ കാൽവരി കുരിശിൽ തകച്ചെടുത്ത ദൈവിക സൗഖ്യം വിജയ കർത്താവെ ആ ഓരോ വ്യക്തികളിലേക്കും വരട്ടെ. ആ വ്യക്തികൾ കർത്താവെ അവരുടെ ഭവനങ്ങള് അവരുടെ ദേശങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട് എന്റെ കർത്താവ് അനുഗ്രഹിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. Lord Jesus, we pray for every son and daughters today, Lord God. We pray for the ones who's aspiring to go abroad, Lord God. Lord, we pray, Lord Jesus, for every finance, Lord Jesus, to go before them, Lord. We pray for your favor, Lord God. We pray for every person who's going to apply for new passports, who's going to renew the passports today, Lord God. Lord, we pray for the ones who are going to apply for visas today, Lord, for study abroad, for job employment, Lord God. We pray for people applying for job visas, Lord Jesus. Oh, Lord, we just pray, Lord God, you open, give them your favor today, oh Lord God. All this we ask your holy name. I pray, amen. കർത്താവെ, ഞങ്ങൾ സകല കുടുംബങ്ങളെ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, യേശയ്യാവ് 9:6 ഞങ്ങൾ വായിക്കുന്നത്, യേശുവെ അങ്ങ് അത്ഭുത മന്ത്രിയ, അങ്ങ് വീരനാം ദൈവം, നിത്യപിതാവ്, അങ്ങ് സമാധാന പ്രഭു, അങ്ങ് ഓരോരുത്തരോടും കൂടെ ഇരുന്ന് ഓരോരുത്തർക്ക് വേണ്ടിയും അങ്ങ് പ്രവർത്തിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സൗഖ്യമില്ലാതെ വിഷമിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ സൗഖ്യം അവരുടെയിലേക്ക് ഞങ്ങൾ കൊണ്ടുവരുന്ന അവർ സൗഖ്യമാകട്ടെ. കർത്താവെ, സാമ്പത്തികമായ വെല്ലുവിളിയുള്ള കടന്നു പോകുന്ന കുടുംബങ്ങളെ അങ്ങ് വിടുവിക്കണം, വ്യക്തികളെ അങ്ങ് അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിച്ച് ഞങ്ങളെ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമാക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവേ, സ്വർഗ്ഗപിതാവേ, ഓരോരുത്തരെയും ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. അവിടുത്തെ സമാധാനം, സൗഖ്യം, സംരക്ഷണം, അനുഗ്രഹം ഓരോ വ്യക്തിയിലും കൊണ്ടുവരുന്നു. Father, we pray and bless everyone in Jesus' name. Let your peace, prosperity, blessings, wholeness rest upon every person as we pray in Jesus' mighty name. Thank you, Lord. To God be the glory. In Jesus' mighty name we pray. Beloved, always remember, all of us are born and created to be winners always in Jesus. നാം എല്ലാവരും 100% വിജയത്തിനായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. Have a vision for your future like an eagle. ഒരു കഴുകനെ പോലെ ഭാവിയെക്കുറിച്ച് നല്ല സ്വപ്നങ്ങൾ ഉള്ളവരായി തീരുക. Have an attitude of a lion. ഒരു സിംഹത്തിൻ്റെ മനോഭാവത്തോടെ ജീവിക്കുക. I am born to win. വിജയത്തിനായി ഞാൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ചേർന്ന് പാടുമ്പോൾ